ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ മൂന്നാമത്തെ പാർട്ടാണ്. സോ ഫസ്റ്റ് 2 പാർട്ടുകളായിട്ട് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട കുറേ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ആൻഡ് വിൽ ട്രൈ ടു കവർ മാക്സിമം ടോപ്പിക്സ് ടുഡേ, ബിക്കോസ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം 3 ദിവസങ്ങളാണ് അലോട്ട് ചെയ്തിരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് പകുതി ഏരിയയാണ് നിലവിൽ നമ്മൾ 2 സെഷൻ കൂടി കവർ ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഏരിയാസ് നമുക്ക് ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യണം. എയിം വെച്ചായിരിക്കും നമ്മൾ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസ് നിങ്ങൾക്ക് കാണാം. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. സോ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. അവർ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് ഒരേ രീതിയിലല്ല. ചില ആളുകൾ വിഷ്വൽ ലേണേഴ്സ് ആകാം, ഓഡിറ്ററി ലേണേഴ്സ് ആകാം, അല്ലെങ്കിൽ ചില ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇങ്ങനെ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ആ ഒരു സെൻസിൽ നമ്മൾ പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആവുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? ലെറ്റ്സ് സീ. Individual differences refer to the unique variations in characteristics, preferences, abilities, or experiences that distinguish one person from another. നമ്മൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിഫറൻസുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ എബിലിറ്റീസുമായി ബന്ധപ്പെട്ടാകാം, എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാകാം. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ അവയെല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് പെടുത്താം. ഓക്കെ, സോ ദീസ് ഡിഫറൻസ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഇൻക്ലൂഡിങ് കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ഓർ ലേണിംഗ് സ്റ്റൈൽസ്. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് എബിലിറ്റീസിലുള്ള ഡിഫറൻസസ് ആകാം, ഇമോഷണൽ ഡിഫറൻസസ് ആകാം, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസിലുള്ള ഡിഫറൻസസ് ആകാം, അതും അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറൻസസ് ആകാം. ഇങ്ങനെ ഏത് രീതിയിലും ഇൻഡിവിജ്വൽസിനകത്ത് രണ്ട് വ്യക്തികളെ എടുക്കുമ്പോൾ നമുക്ക് ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഈസ് എസെൻഷ്യൽ ഇൻ എഡ്യൂക്കേഷൻ, സൈക്കോളജി ആൻഡ് വേരിയസ് അതർ ഫീൽഡ്സ്. സോ അതാണ് നമുക്ക് അവിടെ റിലവൻ്റ് ആവുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് വേണം ലെക്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ടീച്ചർ എന്നുള്ള രീതിയിൽ ടീച്ചിങ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാനും, എന്നാൽ മാത്രമേ ആ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ലേണിംഗ് ഔട്ട്കംസ് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും. ഓക്കെ, ആ ഒരു സെൻസിലാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ പറ്റി പറയുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പല രീതിയിലാകാം നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഇസ് കോഗ്നിറ്റീവ് ഡിഫറൻസസ്. കോഗ്നിറ്റീവ് ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലേണിംഗ് സ്റ്റൈൽസിലുള്ള ഡിഫറൻസസ് ആകാം. ലൈക്ക് ദർ മേ ബി വിഷ്വൽ ലേണർ, ഓഡിറ്ററി ലേണർ, കൈനസ്തെറ്റിക് ലേണർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നവരാകാം. രണ്ടാമതായി ഇന്റലിജൻസിലുള്ള ഡിഫറൻസസ് ആകാം. വേരിയിങ് ലെവൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് സച്ച് ആസ് അനലിറ്റിക്കൽ, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഇങ്ങനെ ഓരോ ലെവലിലും വ്യക്തികൾ ഡിഫറെൻ്റ് ആണ്. അവരുടെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ എബിലിറ്റീസ് കൂടുതലുള്ള വ്യക്തികളുണ്ടാകാം, അതേസമയം അത് കുറവുള്ള വ്യക്തികളുണ്ടാകും. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന മറ്റു വ്യക്തികളുണ്ടാകാം, ആ ഒരു ഏരിയയിൽ വീക്ക് ആയിട്ടുള്ള വ്യക്തികളുണ്ടാകാം. അങ്ങനെ ഓരോ ആസ്പെക്ട്സിലും ഡിഫറൻസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും വെൻ ഇറ്റ് കംസ് ടു ഇന്റലിജൻസ് ക്രൈറ്റീരിയ. അതേപോലെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ്, ഡിഫറൻസസ് ഇൻ ഹൗ ഇൻഡിവിജ്വൽ അപ്രോച്ച് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരാൾ ഒരു സെയിം സിറ്റുവേഷനിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അവിടെയും നമുക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കും. ദെൻ സെക്കൻഡ് ഈസ് ഇമോഷണൽ ഡിഫറൻസസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കോഗ്നേറ്റീവ് ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് ലേണിംഗ് സ്റ്റൈൽസിലുള്ള ഡിഫറൻസസ് ആകാം, ഇന്റലിജൻസിലുള്ള ഡിഫറൻസസ് ആകാം, അതേപോലെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസിലുള്ള ഡിഫറൻസസ് ആകാം. ദെൻ രണ്ടാമതായിട്ട് ഇമോഷണൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് ഒരു ഇൻഡിവിജ്വൽ എത്രമാത്രം എബിലിറ്റി ഉണ്ട് ടു പെർസീവ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് വൺസ് ഓൺ ഇമോഷൻ ആൻഡ് ദി ഇമോഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് നമ്മളുടെ സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി എത്രമാത്രം ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം അതിനുള്ള എബിലിറ്റി എത്രമാത്രം ഉണ്ട്. ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ് വരുന്നത്. ആ ഒരു ആസ്പെക്റ്റും
ഇമോഷണൽ ഡിഫറൻസസിൽ നമുക്ക് പറയാൻ സാധിക്കും, ലൈക്ക് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദെൻ സ്ട്രെസ് റെസ്പോൺസ്, different ways individual cope with and respond to stress in challenging situations. So എങ്ങനെയാണ് ഒരു സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ചില വ്യക്തികൾക്ക് അത് വളരെ ഈസി ആയിട്ട് സാധിച്ചെന്നിരിക്കും, മറ്റു ചില വ്യക്തികൾക്ക് ചെറിയ രീതിയിലുള്ള സ്ട്രെസ് പോലും സഫർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അവിടെയും നമുക്ക് ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ മോട്ടിവേഷൻ, ഡൈവേഴ്സ് ഫാക്ടേഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആൻഡ് സസ്റ്റെയിൻ മോട്ടിവേഷൻ ഇൻക്ലൂഡിങ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. സോ മോട്ടിവേഷനിലേക്ക് നയിക്കുന്ന പല ഫാക്ടേഴ്സും പലതായിരിക്കും. എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കണം എന്നില്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം. അത് പല രീതിയിലാണ് ഓരോ വ്യക്തികളിലും ഹാപ്പൻ ചെയ്യപ്പെടുന്നത്. അതാണ് ഇമോഷണൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞത്. സോ ഇമോഷണൽ ഡിഫറൻസസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ്, സ്ട്രെസ് റെസ്പോൺസ്, മോട്ടിവേഷൻ ലെവൽ തുടങ്ങിയ കാര്യങ്ങൾ പറയാം. അടുത്തത് സോഷ്യൽ ഡിഫറൻസസ് ആണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, വേരിയഡ് അപ്രോച്ചസ് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പ്രിഫർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അതോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണോ നമുക്ക് ഓക്കെ ആകുന്നത്? അതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ ഡിഫറൻസസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ്. ഓക്കെ, സോ ഡിഫറൻസസ് ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഡിഫറൻസസ് ഇൻ ഫോമിങ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, അതിലും നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഡൈവേഴ്സ് കൾച്ചറൽ എക്സ്പീരിയൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് ഷേപ്പ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ. സോ വ്യൂ പോയിന്റുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഫറൻസ്, അതും അവരുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാം. അതും ഒരു സോഷ്യൽ ഡിഫറൻസസ് ആയിട്ട് നമുക്ക് പറയാം. Then comes personality differences. അവിടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എക്സ്ട്രോവേർട്ട് ആയുള്ള പേഴ്സണാലിറ്റി, ഇൻട്രോവേർട്ട് ആയുള്ള പേഴ്സണാലിറ്റി, ഓപ്പൺനെസ്, കോൺഷ്യസ്നെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ബിഹേവിയറൽ പാറ്റേൺസ്, ഡിഫറൻസസ് ഇൻ ബിഹേവിയർ, പ്രിഫറൻസസ് ആൻഡ് റിയാക്ഷൻ ടു വേരിയസ് സിറ്റുവേഷൻസ്. നമ്മൾ ഓരോ സാഹചര്യങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, അതും ഓരോ വ്യക്തികളിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പേഴ്സണാലിറ്റി ഡിഫറൻസസ്. ദെൻ ലേണിംഗ് സ്റ്റൈൽ ഡിഫറൻസസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലേണിംഗ് സ്റ്റൈൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന മൊഡാലിറ്റി എങ്ങനെയാണ്, ലൈക്ക് വിഷ്വൽ ലേണർ, ഓഡിറ്ററി ലേണർ, കൈനസ്തെറ്റിക് ഓർ റീഡിംഗ് റൈറ്റിംഗ് ഓർ വെർബൽ ലേണർ. ഇത് ഏത് ടൈപ്പാണ് നമുക്ക് ആ ഒരു വേയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ പേസിംഗ്, ഡിഫറൻസസ് ഇൻ പേസ് അറ്റ് വിച്ച് ഇൻഡിവിജ്വൽസ് ഗ്രാസ്പ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. നമ്മൾ വളരെയധികം സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകാം, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകാം. ആ ഏരിയയിലൊക്കെ ഡിഫറൻസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാമാണ് ലേണിംഗ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ മോട്ടിവേഷണൽ ഡിഫറൻസസ്, ഗോൾ ഓറിയന്റേഷൻ, എയിം വച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ആ ഗോളിന് വേണ്ടി 100% നമ്മൾ കൊടുക്കുന്നവരായിരിക്കാം. അതേസമയം ആ ഒരു ഗോൾ എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തവരും ഉണ്ടാകാം. അതേപോലെ ഇൻട്രൻസിക് ആൻഡ് മോട്ടിവേഷൻ, എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ ലെവലിലും നമുക്ക് ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ലൈക്ക് മോട്ടിവേറ്റഡ് ബൈ ഇന്റേണൽ ഫാക്ടേഴ്സ്, ലൈക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മുടെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ നമുക്ക് ഇന്റേണൽ ആണ്. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്നും. അതേസമയം എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ ലൈക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, റിവാർഡോ റെക്കഗ്നിഷനോ ഒക്കെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നും പറയാം. ഈ പറയുന്ന ലെവൽ ഓഫ് മോട്ടിവേഷനിലും ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻസസ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ കംസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഡിഫറൻസസ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിഫറൻസ്. റിപ്പീറ്റേഷൻ ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡൈവേഴ്സ് കൾച്ചറൽ, സോഷ്യോ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കും വ്യക്തികളെല്ലാവരും. പ്രയർ നോളജ്, അവിടെയും ഡിഫറൻസസ് നമുക്ക് പറയാൻ സാധിക്കും. വേരിയേഷൻസ് ഇൻ എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻഡിവിജ്വൽ ബ്രിങ് ടു ന്യൂ ലേണിംഗ് സിറ്റുവേഷൻ. അവർ പുതിയ ഒരു ലേണിംഗിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസസ്, കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസസ് ലൈക്ക് റിട്ടൺ, സ്പോക്കൺ, വിഷ്വൽ. അതെല്ലാം നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളുടെ ലേണിംഗ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ എക്സ്പ്രസീവ്നെസ്, എത്രമാത്രം നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, കൺവേ ചെയ്യാൻ മടിയുള്ളവരാണോ, അതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസസിൽ പറയാം. സോ ദീസ് ആർ ദി ബേസിക് different types of individual differences. Individual differences എന്താണെന്നാണ് പറഞ്ഞത്. Individual differences എന്താണ്? These are the unique variations in characteristics, preferences,
abilities and experiences that distinguish one person from another. എന്നെ നിങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. അതേപോലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഓരോ ഫാക്ടേഴ്സും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് നമുക്ക് പറയാം. അത് പല രീതിയിലാകാമെന്ന് പറഞ്ഞു. കോഗ്നിറ്റീവ് ഡിഫറൻസസ് ആർ ദെയർ, ഇമോഷണൽ ഡിഫറൻസസ്, സോഷ്യൽ ഡിഫറൻസസ്, പേഴ്സണാലിറ്റി ഡിഫറൻസസ്, ലേണിംഗ് സ്റ്റൈൽ ഡിഫറൻസസ്, motivational differences, then background and experience differences, communication differences. So these are the basic classification. ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? സിലബസിൽ ഇങ്ങനെ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും വന്നിട്ടില്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ കൺസെപ്റ്റ് ചോദിച്ചോ അതിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റി ചോദിച്ചോ ഒന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളിപ്പോൾ ടീച്ചിങ് മെത്തേഡ് ഏത് ടീച്ചിങ് മെത്തേഡിലാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഏത് ടീച്ചിങ് മെത്തേഡിലാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഗിവ് യു വൺ ആൻസർ. ദർ ആർ മെനി മെത്തേഡ്സ്. ഇവെന്തോ ഒരു നല്ല മെത്തേഡ് നിങ്ങൾ പറയും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് ഏതാണ്? പ്ലീസ് കമന്റ് ചെയ്യൂ. ആരും ആൻസർ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? You got the question? Very good. That's it. Adaptive teaching. Very good. If you say adaptive teaching, that's right. നിങ്ങളിപ്പോ അതല്ല അഡാപ്റ്റീവ് ടീച്ചിങ് അല്ല പറയുന്നത്, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ് പറയുന്നതെങ്കിൽ അത് നോക്കി. അഡാപ്റ്റീവ് ടീച്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷനെ തന്നെ മറ്റൊരു ടീച്ചിങ് സ്റ്റൈലായിട്ടും പറയാറുണ്ട്. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, അഡാപ്റ്റീവ് ടീച്ചിങ് ഇവിടേക്ക് എന്താണ്? ഓരോ സ്റ്റുഡൻസിന്റെയും നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അവർ ഏത് രീതിയിലാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. സോ അഡാപ്റ്റീവ് ടീച്ചിങ് ആയാലും ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആയാലും ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ലെക്ചറിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, സോ ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? പ്ലീസ്. ഗുഡ്. സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. അടുത്ത ടോപ്പിക് ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ആൻഡ് ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, സിലബസിൽ സെപ്പറേറ്റ് പറയുന്നതുകൊണ്ട് നമ്മൾ രണ്ടാമത് എടുക്കുന്നു മാത്രം. ആൻഡ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം, ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞതാണ്. ലൈക്ക് മൈൻഡ് മാപ്പിംഗ് ടൂൾസ്, ഓക്കെ, ഈ കണ്ടന്റ് ക്രിയേഷൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്, ഇതൊക്കെ നമ്മൾ ലാസ്റ്റിലെ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ് ICT ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. സോ ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം LMS. LMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കണക്ട് ചെയ്യുന്ന ഒരു LMS, അവിടുത്തെ എല്ലാ വർക്കുകളും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്ന, ക്ലാസ്സുകൾ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇതിനൊക്കെ പര്യാപ്തമായിട്ടുള്ള ഒരു മൊഡ്യൂൾ, അതിനെയാണ് നമ്മൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഗവേണൻസ് പ്ലാറ്റ്ഫോം. ഒരു ഗവേണൻസ് പ്ലാറ്റ്ഫോം പോലെ തന്നെ ERP പ്ലാറ്റ്ഫോം പോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓർ ഇറ്റ്സ് എ ടൂൾ. അതിനെയാണ് നമ്മൾ LMS എന്ന് പറയുന്നത്, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. സോ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് ഈസ് എ software application or platform that is designed to facilitate administration, management and delivery of educational courses and training programs. So entire ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ സാധിക്കണം, അതേപോലെ മാനേജ്മെന്റിനും, അത് കൂടാതെ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയാം. അതാണ് യഥാർത്ഥത്തിൽ LMS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ പോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് LMS. ഓക്കെ, സോ LMS ആർ കോമൺലി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേറ്റ് സെറ്റിംഗ്സ്
and organization to streamline the learning process, manage content, and track the progress of learning. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിക്കോട്ടെ, കോർപ്പറേറ്റ് സെറ്റിംഗ്സിലായിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ് ദി എയിം ഈസ് ലേണിംഗ് ഹാപ്പൻ ചെയ്യണം. ആ ലേണിങ്ങും പ്രോഗ്രസ്സും ഒക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് LMS നമ്മൾ യൂസ് ചെയ്യുന്നത്. LMSലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. മൂഡിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് മൂഡിൽ. ഓപ്പൺ സോഴ്സ് LMS വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് കോഴ്സ് മാനേജ്മെന്റ്, ക്യൂസസ്, then discussion forums and collaboration tools. So എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു LMS സോഫ്റ്റ്വെയർ ആണ് മൂഡിൽ. ഉപയോഗിച്ചുകൊണ്ട് പല ഫീച്ചേഴ്സും കൊണ്ട് കോഴ്സ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ക്യൂസസ് കണ്ടക്ട് ചെയ്യാനും ഡിസ്കഷൻ ഫോറംസും ഇതെല്ലാം ഈ പറയുന്ന മൂഡിൽ LMSന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് ക്യാൻവാസ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള LMS ആണിത്. ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം with a user-friendly interface, supports multimedia content, and includes features for collaboration and communication. So it's a user-friendly interface. നമുക്ക് യൂസറിന് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇന്റർഫേസ് ആണ് ക്യാൻവാസിനുള്ളത്. സോ ക്യാൻവാസും ഒരു LMS ആണ്. ഇറ്റ് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് LMS എന്ന് ഓർത്തേക്കുക. അടുത്തത് ബ്ലാക്ക് ബോർഡ് ലേൺ, എ കോംപ്രിഹെൻസീവ് LMS വിത്ത് ടൂൾസ് ഫോർ കോഴ്സ് ക്രിയേഷൻ, കമ്മ്യൂണിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് അനാലിറ്റിക്സ്. സോ എഗെയിൻ ബ്ലാക്ക് ബോർഡ് ലേൺ എന്ന് പറയുന്നതും എഗെയിൻ ഒരു LMS സോഫ്റ്റ്വെയർ ആണെന്ന് ഓർത്താൽ മതി. ഗൂഗിൾ ക്ലാസ് റൂം, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാൻ ഓർക്കണേ. ശരി, നെക്സ്റ്റ് ഇസ് ഗൂഗിൾ ക്ലാസ് റൂം, പാർട്ട് ഓഫ് G Suite ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഗൂഗിൾ സ്യൂട്ട് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഗൂഗിൾ ക്ലാസ് റൂം വരുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വിത്ത് ഗൂഗിൾ ഡ്രൈവ്, ഡോക്സ് ആൻഡ് അതർ ഗൂഗിൾ ആപ്സ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഇത് നമുക്ക് ആ രീതിയിൽ ഒരു LMS പ്ലാറ്റ്ഫോം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗൂഗിൾ ക്ലാസ് റൂംസ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്കൂളോളജി. Schoology is another LMS, features for course. There will be features for course creation, assessment, collaboration and analytics. മറ്റൊരു LMS ആണ്. ഈ LMS ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പർപ്പസ്. ദെൻ എഡ്മോഡോ മറ്റൊരു LMS ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ആസ് വെൽ. ഒരു ആപ്പായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എഡ്മോഡോ. സോഷ്യൽ ലേണിംഗ് പ്ലാറ്റ്ഫോം വിത്ത് ഫീച്ചേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ ആൻഡ് അസസ്മെന്റ് മാനേജ്മെന്റ്. അഗെയിൻ അടുത്തത് ബ്രൈറ്റ് സ്പേസ് D2L, ബ്രൈറ്റ് സ്പേസ് എന്ന് പറയും. ഇത് LMS വിത്ത് ടൂൾസ് ഫോർ കോഴ്സ് കണ്ടന്റ് ക്രിയേഷൻ, കമ്മ്യൂണിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് അനലിറ്റിക്സ്. സെയിം തിങ്, എല്ലാത്തിനും ഒരേ കാര്യം തന്നെയാണ് വരുന്നത്. LMS ആണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അടുത്തത് ഹൈക്കു ലേണിംഗ്, മറ്റൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള LMS ആണ് വിത്ത് ഫീച്ചേഴ്സ് ഫോർ കണ്ടന്റ് ക്രിയേഷൻ, അസസ്മെന്റ് ആൻഡ് കൊളാബറേഷൻ. ഹൈക്കു ലേണിംഗ്. സോ ചില LMSനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തേക്കുക. മൂഡിൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മൂഡിൽ കഴിഞ്ഞാൽ ക്യാൻവാസ് ഇസ് ദെയർ, ബ്ലാക്ക് ബോർഡ് ലേൺ, ഗൂഗിൾ ക്ലാസ് റൂം, സ്കൂളോളജി, എഡ്മോഡോ, ബ്രൈറ്റ് സ്പേസ്, ഹൈക്കു ലേണിംഗ്. ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ LMS. ഇത് കൂടാതെ മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാം. ദർ ആർ n നമ്പർ ഓഫ് LMS ടൂൾസ് അവൈലബിൾ റൈറ്റ് നൗ. അപ്പോൾ നമുക്ക് കുറേ LMS ടൂൾസ് ഫെമിലറൈസ് ചെയ്യുക. PYQs നോക്കിയിട്ട് PYQസിൽ വന്നിരിക്കുന്ന LMSകളെല്ലാം കൃത്യമായിട്ട് അറിയണം. ആ ക്വസ്റ്റ്യൻ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ അതേപടി റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ഏരിയ റിപ്പീറ്റ് ചെയ്യും. സോ ദാറ്റ്സ് വൈ PYQs ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, സോ ഇതെല്ലാമാണ് LMS ടൂൾസ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ ടൂൾസിനെ പറ്റിയാണ്. ലൈക്ക് സൂം എന്തിനു വേണ്ടിയാണ്? വീഡിയോ കോൺഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ആ വീഡിയോ കോൺഫറൻസിങ് ടൂൾ ആയതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ നമുക്ക് ക്ലാസ് റൂംസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, വിർച്വൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും വെബിനാഴ്സും വീഡിയോ കോൺഫറൻസിങ്ങിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് നമുക്ക് സൂം ഉപയോഗിക്കാം. അടുത്തത് മൈക്രോസോഫ്റ്റ് ടീംസ് ആണ്. സെയിം പർപ്പസ്. നമ്മൾ ഈ പറഞ്ഞ സൂം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്ന, എന്നാൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മൈക്രോസോഫ്റ്റിന്റെ ടീംസ്. ഇതിൽ കൊളാബറേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ പറയുക. വീഡിയോ കോൺഫറൻസിന് ഉപരിയായിട്ട് ചാറ്റ്, വീഡിയോ കോൺഫറൻസിങ്, ഫയൽ ഷെയറിംഗ് ആൻഡ് കൊളാബറേഷൻ ടൂൾസ് വിത്തിൻ മൈക്രോസോഫ്റ്റ് 365 ഇക്കോസിസ്റ്റം. മൈക്രോസോഫ്റ്റ് 365യുടെ സോഫ്റ്റ്വെയർസ് എല്ലാം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കൊളാബറേറ്റീവ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് ടീംസ് വരുന്നത്. സൂം പോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാവുന്ന, ചാറ്റ് സെഷൻസ് കണ്ടക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്
മൈക്രോസോഫ്റ്റ് ടീംസും. അടുത്തത് പാഡ്ലെറ്റ്. പാഡ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൊളാബറേഷൻ ആൻഡ് ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്. കൊളാബറേഷൻ ആണ് ആൻഡ് ഒരു കോമൺ വൈറ്റ് ബോർഡ് ആയിരിക്കും, ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്, ദി വിർച്വൽ വാൾ ഫോർ കളക്റ്റീവ് ബ്രെയിൻ സ്റ്റോമിംഗ്, ഷെയറിംഗ് ഐഡിയാസ് ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ്. ഒരുമിച്ച് ഒരു വൈറ്റ് ബോർഡ് എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്ന വൈറ്റ് ബോർഡാണ്. സോ വി ക്യാൻ ഷെയർ ഐഡിയാസ്, ഒരു കോമൺ ഡിസ്കഷന് വേണ്ടി നമുക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാവുന്ന ഒരു വൈറ്റ് ബോർഡ് പോലെയാണ് പാഡ്ലെറ്റ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ സൂമിലൊക്കെ നമുക്ക് വൈറ്റ് ബോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ, അതേ രീതിയിലാണ് പാഡ്ലെറ്റിന്റെ വൈറ്റ് ബോർഡും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മീറ്റിലൊക്കെയാണ് കോമൺലി വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്, ഗൂഗിൾ മീറ്റിലൊക്കെ. ദെൻ അടുത്തത് കഹൂത്ത്. കഹൂത്ത് ഈസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഹൂത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഗെയിമിഫിക്കേഷൻ ഓർ ക്യൂസസ് ബേസ് ചെയ്തിട്ട് ലേൺ ചെയ്യിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കഹൂത്ത്. സോ ഇറ്റ്സ് എ ഗെയിം ബേസ്ഡ് പ്ലാറ്റ്ഫോം, ലേണിംഗ് പ്ലാറ്റ്ഫോം വിത്ത് ക്യൂസസ് ആൻഡ് ഇന്ററാക്റ്റീവ് ചാലഞ്ചസ്. നമുക്കിവിടെ ക്യൂസസ് ക്രിയേറ്റ് ചെയ്യാം, മറ്റ് ചാലഞ്ചസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കഹൂത്ത്. അടുത്തത് ഫ്ലിപ്പ് ഗ്രിഡ് ആണ്. ഫ്ലിപ്പ് ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, റൈറ്റ്? ഇതൊരു വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. ലാസ്റ്റ് നമ്മൾ ഡിഫറെന്റ് ടൂൾസിനെ പറ്റി പറഞ്ഞപ്പോൾ ഫ്ലിപ്പ് ഗ്രിഡ് അവിടെ ഉണ്ടായിരുന്നു. വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമാണ്. വീഡിയോ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഫോർ asynchronous learning, asynchronous communication and collaboration. So what is asynchronous learning? Synchronous and asynchronous learning is there. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിങ്ക്രണസ് ലേണിംഗ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ് ഈസ് അവൈലബിൾ അറ്റ് ദി സെയിം പ്ലേസ്, അല്ലെങ്കിൽ സെയിം ടൈം ദേ ആർ അവൈലബിൾ അറ്റ് ഡിഫറെന്റ് പ്ലേസസ്, അല്ലേ? ഇപ്പോൾ ലൈവായിട്ട് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സിങ്ക്രണസ് ലേണിംഗ് എന്ന് പറയും. യെസ്, റൈറ്റ്. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് ആണ്. അസിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് ആണ്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമ്മൾ കാണുവാണെങ്കിൽ അത് അസിങ്ക്രണസ് ആണ്. സോ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം, വീഡിയോ ലെക്ചേഴ്സ് ഫാക്കൽറ്റീസിന് ഇവിടെ അപ്ലോഡ് ചെയ്യാം, അതിനുശേഷം സ്റ്റുഡൻസിനെ അസൈൻ ചെയ്യാം, സ്റ്റുഡൻസിനെ അത് കണ്ട് ലേൺ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫ്ലിപ്പ് ഗ്രിഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൂൾ ഈസ് നിയർ പോഡ്. നിയർ പോഡ് എന്ന് പറയുന്നത് എഗെയിൻ ഇന്ററാക്റ്റീവ് പ്രസന്റേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. Create and deliver interactive lessons with real-time student engagement features. Interactive lessons ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ റിയൽ ടൈമിൽ സ്റ്റുഡൻസിനുള്ള ക്വറീസ് സോൾവ് ചെയ്യാനും അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റൈറ്റ് ടൈമിൽ ചോദിക്കാവുന്ന ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്തുണ്ട്. അതാണ് നിയർ പോഡിന്റെ സ്പെഷ്യാലിറ്റി. ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻ പ്ലാറ്റ്ഫോമാണ് നിയർ പോഡ് എന്ന് ഓർക്കുക. ദെൻ ക്യൂസ്ലെറ്റ്, അഗെയിൻ ഫ്ലാഷ് കാർഡ് ക്യൂസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് ക്യൂസ്ലെറ്റ്. ക്രിയേറ്റ് ആൻഡ് ഷെയർ ഫ്ലാഷ് കാർഡ്. ദെൻ ക്യൂസസ് ആൻഡ് സ്റ്റഡി ഗെയിംസ്, ഗെയിമിഫിക്കേഷന് വേണ്ടി തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യൂസ്ലെറ്റ്. അടുത്തത് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്, ഓൾറെഡി നമ്മൾ കണ്ടു ലാസ്റ്റ് ഡേ. സ്ക്രീൻ റെക്കോർഡിങ്ങിന് വേണ്ടിയാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് യൂസ് ചെയ്യുന്നത്. റെക്കോർഡ് ആൻഡ് ഷെയർ വീഡിയോ ലെക്ചേഴ്സ്, ട്യൂട്ടോറിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്, അതിനൊക്കെ വേണ്ടി നമുക്ക് ഈ സ്ക്രീൻ കാസ്റ്റോമാറ്റിക് ഉപയോഗിക്കാൻ സാധിക്കും. സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ എഡ്യൂക്കേഷണൽ ടൂൾസ്. നമ്മൾ കണ്ടത് സൂം കണ്ടു, മൈക്രോസോഫ്റ്റ് ടീംസ്, പാഡ്ലെറ്റ്, കഹൂത്ത്, ഫ്ലിപ്പ് ഗ്രിഡ്, നിയർ പോഡ്, ക്യൂസ്ലെറ്റ്, സ്ക്രീൻ കാസ്റ്റോമാറ്റിക്. ഇവയെല്ലാം ഇവിടെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് പ്രസന്റേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ്. പ്രസന്റേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈസ് ഗൂഗിൾ സ്ലൈഡ്സ്, പവർ പോയിന്റ്. ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഗൂഗിൾ സ്ലൈഡ് ആയാലും പവർ പോയിന്റ് ആയാലും ഇറ്റ് വിൽ ഹെൽപ്പ് us to create and edit presentations. പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്ലൈഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണെങ്കിൽ ക്രിയേറ്റ് മൾട്ടിമീഡിയ പ്രസന്റേഷൻസ് വിത്ത് വേരിയസ് ഡിസൈൻ ഫീച്ചേഴ്സ്, പല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന പല രീതിയിലുള്ള പ്രസന്റേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെയാണ് പ്രസ്സിയും വരുന്നത്. പ്രസ്സി എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് പ്രസന്റേഷൻസ് വിത്ത് സൂമിംഗ് കേപ്പബിലിറ്റീസ്. So again, Pressai is like these presentation platform പോലെ തന്നെ മറ്റൊന്നാണ് പ്രസ്സായും. ഇവിടെ നമുക്ക് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ സ്ലൈഡ്സ് ആയാലും പവർ പോയിന്റ് ആയാലും പ്രസ്സായി ആയാലും ഇവിടെയൊക്കെ ബേസിക് ഫംഗ്ഷൻ പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഗൂഗിൾ ഡോക്സ് നമുക്ക് വീഡിയോ ഡോക്യുമെന്റ് എഡിറ്റിങ്ങിനും ഷെയറിങ്ങിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂളാണ്. ദെൻ വേഡ്, മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുമ്പോൾ വേഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ ഇതെല്ലാം പ്രസന്റേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം.
അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ടൂൾസ്, കൊളാബറേഷൻ, ടീംസ്. സോ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ഫയൽ ഷെയറിംഗ്, വീഡിയോ കോൺഫറൻസിങ്, ഇതിലെല്ലാം വേണ്ടി മൈക്രോസോഫ്റ്റിന്റെ ടീം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേ പർപ്പസ് തന്നെ സൂമും ഉപയോഗിക്കുന്ന വഴി സാധിക്കും. വീഡിയോ കോൺഫറൻസിനും, വിർച്വൽ ക്ലാസ് റൂംസിനും, വെബിനാഴ്സിനും, അതേപോലെ ചാറ്റ്സിനും, അങ്ങനെയുള്ള പർപ്പസുകളെല്ലാം തന്നെ കൊളാബറേഷനൊക്കെ സൂമിലും പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറയുന്നത് ടീം കമ്മ്യൂണിക്കേഷൻ, ഫയൽ ഷെയറിംഗ്, ദെൻ പ്രോജക്റ്റ് കൊളാബറേഷൻ, ഇവയ്ക്കൊക്കെ വേണ്ടി നമുക്ക് സ്ലാക്കും യൂസ് ചെയ്യാൻ സാധിക്കും. സോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ടൂൾസിന് എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് ടീം, സ്ലാക്ക് ആൻഡ് സൂം. ദെൻ മൈൻഡ് മാപ്പിംഗ് ടൂൾസിനെ പറ്റി നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു. മൈൻഡ് മാപ്പിംഗ് ടൂൾസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നോക്കുക. എക്സാമ്പിൾസ് മൈൻഡ് മീസ്റ്റർ, എക്സ് മൈൻഡ് പോലുള്ള മൈൻഡ് മാപ്പിംഗ് ടൂൾസ് കൃത്യമായിട്ടൊന്ന് കവർ ചെയ്യാം. ദെൻ ക്യൂസ് ആൻഡ് അസസ്മെന്റ്. ക്യൂസ് ആൻഡ് അസസ്മെന്റ് ടൂൾസിൽ എക്സാമ്പിൾസ് കഹൂത്ത്. കഹൂത്ത് നമ്മൾ ഓൾറെഡി കണ്ടു, കഹൂത്ത് എക്സാമ്പിൾ ആണ്. ക്യൂസിസ് മറ്റൊരു എക്സാമ്പിൾ ആണ്. സെയിം കഹൂത്ത് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ക്യൂസിസും വർക്ക് ചെയ്യുന്നത്. ദെൻ ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ രീതിയിലുള്ള ക്യൂസിസും സർവേസും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. സോ കഹൂത്ത്, ക്യൂസിസ് ആൻഡ് ഗൂഗിൾ ഫോംസ്, ഇവയൊക്കെ ക്യൂസ് ആൻഡ് അസസ്മെന്റ് ടൂൾസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്. വൈറ്റ് ബോർഡ്സിന് എക്സാമ്പിൾ ജാം ബോർഡ്, പാഡ്ലെറ്റും ജാം ബോർഡും, ഇത് രണ്ടും ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡാണ്. അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റിന്റെ വൈറ്റ് ബോർഡ് ഇസ് ദെയർ. ഇതൊക്കെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സിന് എക്സാമ്പിൾ ആണ്. സോ വിർച്വൽ കൊളാബറേഷൻ ബോർഡ് ഫോർ ഷെയറിംഗ് ഐഡിയാസ്, മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ഫീഡ്ബാക്ക്, ദാറ്റ് ഇസ് പാഡ്ലെറ്റ്. പാഡ്ലെറ്റ് എന്താ നമ്മൾ കണ്ടതാണ്. അതേപോലെ ജാം ബോർഡ്, ഡിജിറ്റൽ വൈറ്റ് ബോർഡ് ഫോർ കൊളാബറേറ്റീവ് ഡ്രോയിങ്, ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് അനോട്ടേഷൻ. സെയിം തിങ് ആണ്. ഇവയെല്ലാം ഒരേ പർപ്പസ് ആണ് ചെയ്യുന്നത്. വൈറ്റ് ബോർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഈ വൈറ്റ് ബോർഡ്സിൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് എഴുതി ഷെയർ ചെയ്യാം. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ കണ്ടന്റ് ലൈവ് ആയിട്ട് ഷെയർ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് പാഡ്ലെറ്റും ജാം ബോർഡും അതേപോലെ മറ്റ് ഏതൊരു വൈറ്റ് ബോർഡ്സ് എടുത്താലും അത് ആക്ട് ചെയ്യുന്നത്. ദെൻ വീഡിയോ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ടൂൾസ്. വീഡിയോ ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ടൂൾസിന് എക്സാമ്പിൾസ് ഫ്ലിപ്പ് ഗ്രിഡ് നമ്മൾ പറഞ്ഞു, സ്ക്രീൻ കാസ്റ്റോമാറ്റിക് നമ്മൾ പറഞ്ഞു, അതേപോലെ ഐ മൂവി, അതും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഐ മൂവി. ദർ ആർ മെനി, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി ഓർത്തിരിക്കുക. then അടുത്തത് കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ടൂൾസ്. കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ അസ് കേട്ടോ. ജസ്റ്റ് ഞാൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നു മാത്രം, ബിക്കോസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ അവിടേക്കാണ് സോഫ്റ്റ്വെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഏരിയയിലാണ് ഇതൊക്കെ അറിയേണ്ടത്. സോ സ്ക്രാച്ച് code.org, ഇത് രണ്ടും കോഡിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ടൂൾസിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തേക്കുക. ദെൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, നമ്മൾ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. മോഡിൽ, ക്യാൻവാസ്, എഡ്മോഡോ, LMS. ഓക്കെ, സോ യു ഗോട്ട് ആൻ ഐഡിയ റൈറ്റ്. കുറേ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിനെ പറ്റിയും ടൂൾസ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? ഈ പേരുകളൊന്ന് ഫെമിലറൈസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഓപ്ഷൻസിനകത്ത് ക്യാൻവാസ് വരുവാണെങ്കിൽ ക്യാൻവാസ് ഒരു LMS ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതേപോലെ എഡ്മോഡോ വരുവാണ്, അതൊരു LMS ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ തന്നിരിക്കുന്നതിൽ LMS അല്ലാത്ത ഐഡന്റിഫൈ ചെയ്യുക. അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഓക്കെ, ഗോട്ട് ആൻ ഐഡിയ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഫൈൻ. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. PYQs. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം? കണ്ടോ, PYQ ചോദിച്ചിരിക്കുന്ന രീതി കണ്ടോ? ഈ ഒരു വേയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാതെ ഇതിൽ ഓരോന്നും കഹൂത്ത് എടുത്തിട്ട് കഹൂത്തിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊന്നും അല്ല. എന്താണ് ഇതിന്റെ പർപ്പസ്, ബേസിക് പർപ്പസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദാറ്റ് വിൽ ബി എനഫ്. ഓക്കെ, സോ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യൂ. ദിസ് ഇസ് മൂഡിൽ കേട്ടോ, മൂഡി എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് എ മിസ്റ്റേക്ക്, മൂഡിലാണ്. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ, ബി ആൻഡ് ഡി. ക്യാൻവാസും മൂഡിലും ഇത് രണ്ടുമാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, LMS ആയിട്ട് പറയാവുന്നത്. വേറെ കഹൂത്ത് എന്താണ്?
കഹൂത്ത് ഒരു ഗെയിമിഫിക്കേഷൻ ടൂളാണ്. ക്യാൻവ ആണെങ്കിൽ ഡിജിറ്റൽ ഇമേജസിന്റെ എഡിറ്റിംഗ് ടൂളാണ്. പാഡ്ലെറ്റ് എന്താണ്? പാഡ്ലെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു, റൈറ്റ്? വാട്ട് വാസ് പാഡ്ലെറ്റ്? ഡിജിറ്റൽ ബുള്ളറ്റിൻ ബോർഡാണ്, ഓർ യു ക്യാൻ സേ ഇറ്റ്സ് എ വൈറ്റ് ബോർഡ്. നമുക്ക് അവിടെ ഷെയർ ചെയ്യാൻ സാധിക്കും, വീഡിയോസ് നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് പാഡ്ലെറ്റ് ആക്ട് ചെയ്യുന്നത്. വൈറ്റ് ബോർഡ്. സോ ഇവയെ പറ്റി വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, യു നോ റൈറ്റ്? കഹൂത്ത് എന്താണെന്ന് അറിയാം. അതേപോലെ ക്യാൻവാസ് LMS ആണ്. ക്യാൻവ എന്താണെന്ന് അറിയാലോ? ഗ്രാഫിക് ഡിസൈൻ പ്ലാറ്റ്ഫോം ആണ് ദാറ്റ് അലൗസ് വിഷ്വൽ കണ്ടന്റ് സച്ച് ആസ് പോസ്റ്റേഴ്സ്, ഫ്ലൈസ് ഫോർ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ്. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോം ആണ് ക്യാൻവ. പോസ്റ്റർ മേക്കർ ഒക്കെ ആക്ട് ചെയ്യുന്നത് പോലെയാണ് ക്യാൻവ ആക്ട് ചെയ്യുന്നത്. ദെൻ മൂഡിൽ ആൻഡ് പാഡ്ലെറ്റ്. മൂവിങ് ഓൺ, മറ്റൊരു ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ലിസ്റ്റ് 1 പറയുന്നത് ഓൺലൈൻ ടീച്ചിങ് ടൂൾസിനെ പറ്റിയാണ്. ലിസ്റ്റ് 2 അഡ്വാൻറ്റേജസ് ഫോർ ടീച്ചേഴ്സ്. അത് യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആദ്യത്തെ ടൂൾ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS. രണ്ടാമത്തേത് വീഡിയോ കോൺഫറൻസിങ്. തേർഡ് വൺ ഈസ് ഡിസ്കഷൻ ഫോറംസ്. ഫോർത്ത് വൺ ഈസ് ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ്. ഇനി അതിലൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അഡ്വാൻറ്റേജസ് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് എൻകറേജിങ് സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ആൻഡ് കൊളാബറേഷൻ, ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഏതാണത്? എൻകറേജിങ് സ്റ്റുഡൻറ് എൻഗേജ്മെന്റ് ആൻഡ് കൊളാബറേഷൻ, ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അടുത്തത് ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് അസസ്മെന്റ്സ് ക്വിക്ലി ആൻഡ് ഈസിലി ഓട്ടോമേറ്റിംഗ് ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. അസസ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോം ഇസ് ദെയർ, റൈറ്റ്? അങ്ങനെ നിങ്ങൾ ഓരോന്നും മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രീം ലൈനിങ് കോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജിങ് സ്റ്റുഡൻറ് റെക്കോർഡ് ആൻഡ് ഗ്രേഡ്സ്. കോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രീം ലൈൻ ചെയ്യുക, അങ്ങനെ സ്റ്റുഡൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രേഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ഏതാണ്? LMS ആണ്, റൈറ്റ്? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ലാസ്റ്റ്, ഡെലിവറിങ് എൻഗേജിങ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് സെഷൻസ് കണക്റ്റിംഗ് വിത്ത് റിമോട്ട് ലേണേഴ്സ്. ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു, ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനൊക്കെ സഹായിക്കുന്ന ഏതാണ്? വീഡിയോ കോൺഫറൻസിങ് ആണ്. സോ മാച്ച് ചെയ്തതിന് ശേഷം റൈറ്റ് ആൻസർ പറയും. ഓക്കെ, ഓപ്ഷൻ ഡി, റൈറ്റ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഓപ്ഷൻ ഡി തന്നെയാണ് റൈറ്റ് ആൻസർ. സോ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തേക്കുക. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, LMS എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സ്ട്രീം ലൈനിങ് കോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റുഡൻറ് മാനേജ് സ്റ്റുഡൻറ് റെക്കോർഡ്സ് ആൻഡ് ഗ്രേഡ്സ്. സോ one second. Yeah. See, LMS കോഴ്സ് റെക്കോർഡും സ്റ്റുഡൻറ് റെക്കോർഡും അഡ്മിനിസ്ട്രേഷനും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് LMS വഴിയാണ്. സോ എ, ഓപ്ഷൻ 3. വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഓപ്ഷൻ 4. ഡെലിവറിങ് എൻഗേജിങ് ഇന്ററാക്റ്റീവ് ക്ലാസ് സെഷൻസ്, കണക്റ്റിംഗ് വിത്ത് റിമോട്ട് ലേണേഴ്സ്, അതൊക്കെയാണ് വീഡിയോ കോൺഫറൻസിങ്. ഡിസ്കഷൻ ഫോറംസ് ഉണ്ടെങ്കിൽ അതുവഴി സ്റ്റുഡൻസിന് എന്ത് കിട്ടും? ഒരു തരത്തിൽ അവരെ എൻകറേജ് ചെയ്യും. സോ കൊളാബറേഷനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഡിസ്കഷൻ ഫോറംസ് വഴി കിട്ടും. ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ ക്രിയേറ്റിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് അസസ്മെന്റ്സ് ക്വിക്ലി ആൻഡ് ഈസിലി. ഗ്രേഡിങ്ങും ഫീഡ്ബാക്കും ഒക്കെ ഓട്ടോമാറ്റിക് ചെയ്യുന്ന രീതി, അതാണ് ഓൺലൈൻ അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ് വഴി കിട്ടുന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂഡിലിനെ പറ്റി, മെന്റിമീറ്ററിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആൻസർ തരണേ. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് Moodle is an example of learning management system. Statement 2 പറയുന്നത് Mentimeter is a tool used for creating online service. What do you think? എന്തായിരുന്നു Mentimeterന്റെ പർപ്പസ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ, റൈറ്റ്? ലാസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ, ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞതാണല്ലോ. സോ ടെൽ മീ. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. Moodle is an LMS പ്ലാറ്റ്ഫോം വിത്തൗട്ട് എനി ഡൗട്ട്. അതേപോലെ Mentimeter എന്ന് പറയുന്നത് സർവേസും
കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മെന്റിമീറ്റർ. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. മെന്റിമീറ്റർ നിങ്ങൾ ഓർത്തേക്കുക, റിപ്പീറ്റഡ് ആണ്. ഐ തിങ്ക് 4 or 5 ടൈംസ് മെന്റിമീറ്റർ റിപ്പീറ്റഡ് ആണ്. എന്താണ് മെന്റിമീറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദി ഫോളോയിങ്ങിലും മെന്റിമീറ്റർ വന്നിട്ടുണ്ട്. സർവേസ് കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് മെന്റിമീറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, LMS is a software application used for the administration, documentation, tracking, reporting, and delivery of education courses, authentication, documentation, transfer, reporting, and delivery of education courses, administration, documentation, and depository of e-resources, authentication, reporting, analysis, and depository of e-resources. എന്തിനു വേണ്ടിയാണ് LMS യൂസ് ചെയ്യുന്നത്? യെസ്, റൈറ്റ്. ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രധാനമായിട്ടും വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ, ട്രാക്കിംഗ്, സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക, അതേപോലെ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ പ്രോപ്പർ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സസ്, ഇവയെല്ലാം ചേരുന്നതാണ് LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രേസസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ബ്ലെൻഡഡ് ലേണിംഗ്? എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ്? നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഇൻവോൾവ്സ് 2 ടീച്ചേഴ്സ് ടീച്ചിങ് ദിസ് ക്ലാസ്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലൈൻ ഇന്ററാക്ഷൻസ് only through LMS. It combines elements of face-to-face and online ICT tools for teaching learning. It involves older students teaching younger students through mentoring approach. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ബ്ലെൻഡഡ് ലേണിംഗ് കൺസെപ്റ്റ് കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? ഏതായിരിക്കണം? വെരി ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. ഒന്നുമില്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എലിമിനേറ്റ് ചെയ്താലും നമുക്ക് ഈ ക്വസ്റ്റ്യനിലൊക്കെ റൈറ്റ് ആൻസർ എന്തായാലും കിട്ടും. ഓക്കെ, സോ ഇറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺലൈൻ ICT ടൂൾസ് നമ്മളുടെ നോർമൽ ക്ലാസ് റൂംസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബ്ലെൻഡഡ് ലേണിംഗ് ആണ്. ഓക്കെ, സോ നോർമൽ ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അതോടൊപ്പം തന്നെ ICT ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ്ങും യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസും ഓഫ്ലൈൻ ക്ലാസ്സസും പാരലലി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ബ്ലെൻഡഡ് ലേണിംഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ബ്ലെൻഡഡ് ലേണിംഗ് എന്താണ്? ഇറ്റ്സ് എ ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് കമ്പൈൻസ് ദി എലമെന്റ്സ് ഓഫ് ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ഓർ ICT ബേസ്ഡ് ടൂൾസ് ഫോർ ടീച്ചിങ് ലേണിംഗ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് ലേണിംഗ് എന്നും പറയാം. ടെക്നോളജി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നോ വെബ് എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്നോ മിക്സ്ഡ് മോഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇതേ കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹൈബ്രിഡ് ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ടെക്നോളജി മീഡിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, വെബ് എൻഹാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ, മിക്സ്ഡ് മോഡ് ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം. ഓൺലൈൻ ഓഫ്ലൈൻ ICT ബേസ്ഡ് ടൂൾസ് ഇവയെല്ലാം മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അത് ബ്ലെൻഡഡ് ലേണിംഗ് ആണ്. സോ ബ്ലെൻഡഡ് ലേണിംഗ് റിക്വയർസ് ദി ഫിസിക്കൽ പ്രസൻസ് ഓഫ് ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് വിത്ത് സം എലമെന്റ്സ് ഓഫ് സ്റ്റുഡൻറ് കൺട്രോൾ ഓവർ ടൈം, പ്ലേസ്, പാത്ത് ആൻഡ് സ്പേസ്. ഇവിടെ ടീച്ചറിന്റെ പ്രസൻസ് ആവശ്യമാണ്, സ്റ്റുഡൻസിന്റെ പ്രസൻസും ആവശ്യമാണ്. ലൈവായിട്ട് ആവശ്യമില്ല. അവരുടെ സമയത്തിനനുസരിച്ച് അവർ പഠിക്കാം, പ്രസന്റ് ആയിരിക്കണം പഠനത്തിൽ. അതേപോലെ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലുള്ള പഠനം തന്നെ ഫോളോ ചെയ്യണം. പഠിപ്പിക്കുന്ന രീതി തന്നെ ഫോളോ ചെയ്യണം. This approach to education is useful for breaking down barriers to education and tailoring learning experiences to meet the unique needs of individual students. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ പഠിക്കാവുന്ന മറ്റൊരു ഓപ്ഷൻ കൂടിയാണ് ബ്ലെൻഡഡ് ലേണിംഗ് വഴി കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ലേണിംഗ് സ്ട്രാറ്റജി ഇതാണ്, ബ്ലെൻഡഡ് ലേണിംഗ്. റൈറ്റ്, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കൺസിഡർ ചെയ്യുന്ന ടീച്ചിങ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ 1 ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, 2 അഡാപ്റ്റീവ് ടീച്ചിങ്, 3 ബ്ലെൻഡഡ് ലേണിംഗ്. ഇവിടെ എല്ലാം ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത PPT പോകാം. സോ ഈ കൺസെപ്റ്റുകൾ എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
Any doubts? Is it clear? Okay, fine. Moving on. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ, സോ ICT ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ പറഞ്ഞു, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ ഒരു മേജർ ഏരിയ കവേർഡ് ആണ്. അതേപോലെ തന്നെ ലേണർ ലേണിംഗ് എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോയതാണ്. ഇതൊന്നും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. ലേണർ സപ്പോർട്ട് മെറ്റീരിയൽ, ലേണിംഗ് എൻവയോൺമെന്റ്, ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നും നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് അഡൽട്ട് ലേണർ, ഡിഫറൻസസ് പറഞ്ഞു തന്നെ നമ്മൾ അതിന് രണ്ട് ടൈപ്പ് ഓഫ് ലേണേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസ് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തന്നെ അതുണ്ട്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അഡോളസെന്റ് അഡൽട്ട് ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ടീച്ചർ സെന്റേർഡ് ആൻഡ് ലേണർ സെന്റേർഡ് മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. ദെൻ ടീച്ചിങ് ലെവൽസ്, ബേസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവാലുവേഷൻ സിസ്റ്റംസ് ആണ്. സോ ഇവാലുവേഷൻ സിസ്റ്റംസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ICT ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു മേജർ ഏരിയ നമ്മൾ കഴിഞ്ഞു. നമുക്ക് വളരെ കുറച്ച് ഏരിയാസേ ഉള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഇവാലുവേഷൻ സിസ്റ്റം. സോ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷനിൽ അസസിങ് ആൻഡ് മെഷറിങ്, ദാറ്റ്സ് ഇറ്റ്. ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ അസസ് ചെയ്യുക, അവരുടെ പ്രോഗ്രസ് മെഷർ ചെയ്യുക. So it involves assessing and measuring various aspects of teaching and learning process. Evaluations are essential for determining the effectiveness of educational program, identifying the areas of improvement, and making informed decisions. ഇഫക്റ്റീവ്നെസ് ക്രോസ് ചെക്ക് ചെയ്യാനും ഏതൊക്കെ ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ഇവാലുവേഷൻ ആവശ്യമാണ്. ദാറ്റ്സ് ഇറ്റ്. ഇവാലുവേഷനെ പറ്റി അത്രയും ഓർത്താൽ മതി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ്. ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫോർമേറ്റീവ് ആൻഡ് സബ്മേറ്റീവ് ഇവാലുവേഷൻ. എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ? സി, ടു പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. കണ്ടോ, ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ടേം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഫോർമേറ്റീവ് മീൻസ് ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷൻ പ്രോസസ്. ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്നും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എത്രമാത്രം സ്റ്റുഡൻസ് മനസ്സിലാക്കി എന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഇവാലുവേഷനെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയായിരിക്കും? ആ ക്ലാസ് എത്രമാത്രം അവർക്ക് മനസ്സിലായി എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. ക്ലാസ്സിനകത്ത് ഞാനൊരു Q&A സെഷൻ നടത്തുന്നു, ഡിസ്കഷൻസ് നടത്തുന്നു. ഇതെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, so it's an ongoing feedback during the instructional process to improve learning and teaching. ഫീച്ചേഴ്സ് പറയുമ്പോൾ കണ്ടിന്യൂസ് അസസ്മെന്റ് ആണ്. ടീച്ചിങ്ങിന്റെ ഒപ്പം തന്നെ ഈ ഒരു അസസ്മെന്റ് മൂവ് ചെയ്യും. ഫീഡ്ബാക്ക് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ റിയൽ ടൈം. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം സ്റ്റുഡൻസിന് മനസ്സിലായെന്ന് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും, റെക്ടിഫൈ ചെയ്യാന്നുള്ളത് പോസിബിൾ ആണ്. സോ ആ ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെന്റ് നമുക്ക് പെട്ടെന്ന് നടത്താൻ സാധിക്കും. ദെൻ എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലാസ് റൂമിൽ നമ്മൾ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്തു, ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ ഡയറക്ട്ലി നമ്മൾ ഒബ്സർവ് ചെയ്യുവാണ്, സ്റ്റുഡൻസിനെ നോക്കി മനസ്സിലാക്കുവാണ് അവർ പഠിച്ചോന്ന്. അതേപോലെ പിയർ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഇതെല്ലാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ഫോർമേറ്റീവ് ഡ്യൂറിങ് ഡ്യൂറിങ് ദി ലെക്ചർ എന്നുള്ള രീതിയിൽ ഓർത്തേക്കുക. രണ്ടാമത് സമ്മേറ്റീവ്. സമ്മേറ്റീവിന് മുമ്പ് സമ്മേറ്റീവ് നമുക്ക് പറയാം കേട്ടോ. സമ്മേറ്റീവ് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നതാണ് നല്ലത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ. What is summative? To assess the overall outcomes and effectiveness of an educational program or course. Like നമ്മളിപ്പോൾ ക്ലാസ് ടെസ്റ്റുകൾ പല രീതിയിൽ നടത്താറുണ്ടല്ലോ. ഒരു യൂണിറ്റ് എൻഡിൽ നമ്മൾ ടെസ്റ്റ് നടത്തുവാണ്, അതിനെ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം. സോ ഓൾറെഡി ഇറ്റ് ഈസ് ഡൺ. ആ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് നമ്മൾ ഡെലിവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി സ്റ്റുഡൻസിന്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ടേം എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ഇയർലി എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ടിപ്പിക്കലി കണ്ടക്ടഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷണൽ പീരീഡ്. ഇൻസ്ട്രക്ഷണൽ പീരീഡിന്റെ അവസാനം കണ്ടക്ട് ചെയ്യുന്നതാണ്. ടു മെഷർ അച്ചീവ്മെന്റ്,
എത്രമാത്രം ആ ഇൻഡിവിജ്വൽ ലേൺ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഇത് മെഷർ ചെയ്യാൻ വേണ്ടി ടുവേഴ്സ് ദി എൻഡ് കണ്ടക്ട് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് വാല്യുവേഷൻ. എക്സാമ്പിൾസ്: ഫൈനൽ എക്സാമിനേഷൻ, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, എൻഡ് ഓഫ് ദി ഇയർ അസസ്മെന്റ്സ്, ഇവയെല്ലാം സമ്മേറ്റീവ് വാല്യുവേഷൻ എക്സാമ്പിൾ ആണ്. സോ ഡിഡ് യു ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ്? കിട്ടിയോ എല്ലാവർക്കും ഫോർമേറ്റീവ് സമ്മേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, ഇനി നമുക്ക് ഇതിനു മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പിലേക്ക് വരാം. സി പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. To assess the readiness or appropriateness of students for a particular educational program or level. അതായത് ഈ ഇൻഡിവിജ്വലിനെ ഈ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് കയറ്റി വിടാനുള്ള എബിലിറ്റി ആ ഇൻഡിവിജ്വലിനുണ്ടോ? എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ നടത്തുവാണെങ്കിൽ അത് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. സോ ഒരു സ്റ്റാർട്ടിൽ ആ ഇൻഡിവിജ്വലിനെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷനിൽ പറയുന്നത്. സോ ഇവിടെ നിന്ന് സംഭവിക്കുന്നത് റെഡിനെസ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് സ്റ്റുഡൻസ് ഫോർ എ പെർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓർ ലെവൽ. ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ആ ഇൻഡിവിജ്വലിന് എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനുള്ള ബേസിക്സ് അദ്ദേഹം നേടിയിട്ടുണ്ടോ, ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓഫൻ യൂസ്ഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ കോഴ്സ് ഓർ പ്രോഗ്രാം ടു ഡിറ്റർമിൻ സ്യൂട്ടബിൾ പ്ലേസ്മെന്റ്സ്. അതായത് നമ്മളിപ്പോൾ എൻട്രൻസ് നടത്തുന്നത് പറഞ്ഞാൽ മതി. എൻട്രൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റൈറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ മതി. അതിന് ഉള്ള ബേസിക് നോളജ് ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രം നമുക്ക് അതിനകത്തേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചാൽ മതി. അതിനുവേണ്ടി നടത്തുന്ന ടെസ്റ്റുകളെയാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രീ കോഴ്സ് അസസ്മെന്റ്, എൻട്രൻസ് എക്സാമിനേഷൻ, ഇന്റർവ്യൂസ് ഫോർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇവയെല്ലാം പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. കോഴ്സിന് മുമ്പ് നടത്തുന്ന അസസ്മെന്റ് ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാമിനേഷൻസ്, അതേപോലെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നടത്താൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ഇവയെല്ലാം പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എക്സാമ്പിൾസ് ആണ്. സോ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു: ഫോർമേറ്റീവ്, സമ്മേറ്റീവ് ആൻഡ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. Fourth type is diagnostic evaluation. So to identify specific strength and weakness of individual students to inform targeted intervention. Diagnose ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഇൻഡിവിജ്വലിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സോ അതേ ഒരു രീതിയിലായിരിക്കും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ ടീച്ചർ പ്ലേ ചെയ്യുന്ന റോൾ. സ്റ്റുഡന്റിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, സ്റ്റുഡന്റ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് വീക്ക് ആയിട്ടുള്ളത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവാലുവേഷൻ ചെയ്യുവാണെങ്കിൽ അതിനെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് വഴി ഏത് രീതിയിലാണ് സ്റ്റുഡന്റിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന്റെ സ്പെഷ്യാലിറ്റി. സോ ടു ഐഡന്റിഫൈ സ്പെസിഫിക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ടു ഇൻഫോം ടാർഗറ്റഡ് ഇന്റർവെൻഷൻ. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇൻഡെപ്ത് അസസ്മെന്റ്സ് ഫോക്കസിങ് ഓൺ സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഡിഫിക്കൽറ്റി ആൻഡ് ഏരിയാസ് ഓഫ് സ്ട്രെങ്ത്. ഇവിടെ നമ്മൾ ഓരോ ഏരിയയും ക്രോസ് ചെക്ക് ചെയ്യും. എവിടെയാണ് ഈ കുട്ടി വീക്ക് ആയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് ഈ കുട്ടി സ്ട്രോങ് ആയിട്ടുള്ളത്, ഇത് മനസ്സിലാക്കി ആ ഇൻഡിവിജ്വലിനുള്ള നിലവിൽ ആ ഇൻഡിവിജ്വലിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ: ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ ലിറ്ററസി ഓർ ന്യൂമറസി ടു ഐഡന്റിഫൈ സ്പെസിഫിക് സ്കിൽ ഗ്യാപ്സ്. നിലവിൽ ആ ഇൻഡിവിജ്വലിന്റെ സ്കിൽ ഗ്യാപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്തരം ടെസ്റ്റുകൾ നടത്തുന്നത്. എവിടെയാണ് അദ്ദേഹം വീക്ക് ആയിട്ടുള്ളത്, ഏത് ഏരിയയാണ് അദ്ദേഹത്തിന് അടുത്തായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അങ്ങനെ ടൈപ്പ് നമ്മൾ ആഡ് ചെയ്തത്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്താണ്? ടു അസസ് ദി പെർഫോമൻസ് അഗെയിൻസ്റ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ വച്ചുകൊണ്ട് സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് അസസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയാം. ഇറ്റ്സ് ലൈക്ക് മെഷർമെന്റ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓർ ക്രൈറ്റീരിയ റാദർ ദാൻ കമ്പാരിസൺ ടു പീസ്. ലൈക്ക് നമ്മളിപ്പോൾ 75% മാർക്കാണ് പാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, 75% കൂടുതൽ കിട്ടിയാൽ അധികം പാസ്സാവും, അതിൽ കുറവാണ്, അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. സോ ലേണിംഗ് ആയാലും ഒരു നിശ്ചിതമായിട്ട് ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ട് ആ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അച്ചീവ് ചെയ്തില്ലെങ്കിൽ റീഡു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ എന്ന് പറയും. സോ മെഷർമെന്റ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കംസ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വലിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണം, ഇതാണ് ലേണിംഗ് ഔട്ട്കം ആയിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ആ ഇൻഡിവിജ്വലിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു.
സാധിക്കുന്നില്ലെങ്കിൽ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. എക്സാമ്പിൾസ് റൂബിക്സ്, മാസ്റ്ററി ബേസ്ഡ് അസസ്മെന്റ്, കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ. ഏതെങ്കിലും പർട്ടിക്കുലർ കോമ്പിറ്റൻസി നേടാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് കോമ്പിറ്റൻസി ബേസ്ഡ് ഇവാലുവേഷൻ ആണ്. അതേപോലെ മാസ്റ്ററി ബേസ്ഡ് അസസ്മെന്റ് അറിയാലോ. മാസ്റ്ററി ബേസ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്ററി ലേണിംഗ്. ഓരോ ലെവലും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ അത് പഠിച്ചോ എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ മറ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നല്ല. അവിടെ കമ്പാരിസൺ അല്ല, ഒരു ക്രൈറ്റീരിയ ആണ്. ആ ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തത് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ. നോം റെഫറൻസ് ടു കമ്പയർ ആൻ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് ടു ദി പെർഫോമൻസ് ഓഫ് എ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ആ ഗ്രൂപ്പിന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ ഒന്നാമൻ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ ആണ്. സോ ഹിയർ ദി പെർഫോമൻസ് ഓഫ് എ സ്റ്റുഡന്റ് ഈസ് കമ്പയർഡ് വിത്ത് ദി പെർഫോമൻസ് ഓഫ് അതർ സ്റ്റുഡൻസ്. ആ ഒരു രീതിയിലാണ് നമ്മൾ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അസസ്മെന്റ് ഓഫ് ഹൗ വെൽ എ സ്റ്റുഡന്റ് പെർഫോം റിലേറ്റഡ് ടു പിയേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ എത്രമാത്രം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അതൊരു നോം റെഫറൻസ് ഇവാലുവേഷൻ ആണ്. റാങ്ക്സ് പറയുകയാണെങ്കിൽ അവിടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് എന്ന് പറയുന്നത് അതെല്ലാം നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് വെയർ സ്കോർസ് ആർ കമ്പയർഡ് ടു എ ലാർജർ പോപ്പുലേഷൻ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം സ്കോർസ് കിട്ടുമ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് 1ാമത്, 2ാമത്, 3ാമത് അങ്ങനെ മാർക്ക് ഒരു റാങ്കിങ് നടത്തുവാണെങ്കിൽ അത്തരം ടെസ്റ്റുകളെല്ലാം നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഡ്യൂറിങ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്, പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, റെഡിനെസ് ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. എന്തോർക്കണം, ജസ്റ്റ് നമ്മൾ മനസ്സിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ വന്നാൽ മതി. ഇത് പ്ലേസ്മെന്റ് എക്സാമിനേഷൻ എക്സാമ്പിൾ ആണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ആഫ്റ്റർ ദി ഡെലിവറി. ഒരു കോഴ്സ് കണ്ടന്റ് ഡെലിവർ ചെയ്തതിന് എൻഡിൽ, അല്ലെങ്കിൽ വീക്കിലി, വീക്കെൻഡിൽ, മൊഡ്യൂൾ എൻഡിൽ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻസ് അസസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ഒരു പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന് അഗേൻസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ മറ്റ് സ്റ്റുഡൻസിന് അഗേൻസ്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? 6 ടൈപ്പും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായോ? Yes or no, please? Okay, there are some other types too. ഇത്രയും പ്രോമിനൻസ് ഇല്ലെങ്കിലും മറ്റ് ചില ടൈപ്പുകൾ കൂടി നമുക്ക് കാണാം. ഒന്ന് റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ. To encourage individuals to reflect their own experiences, practices, or learning outcomes and consider how they can improve. അതായത് അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്തു കാണിക്കാൻ പറയുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ ആണ്. സിമ്പിൾ സെൻസിൽ അത്ര ഓർത്താൽ മതി. പഠിച്ച കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുന്നു, അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ. പേഴ്സണൽ റിഫ്ലക്ഷൻ, സെൽഫ് അസസ്മെന്റ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയാസ് ഓഫ് ഗ്രോത്ത്. ഇവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനാണ് റിഫ്ലക്റ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത സെൽഫ് അസസ്മെന്റ്. നമ്മുടെ ഓൺ ലെവൽ, പേഴ്സണൽ പെർഫോമൻസ് എന്താണ്, സ്കിൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എത്ര മാത്രമാണ്, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ സ്വയം ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയാം. സോ അഗെയിൻ പേഴ്സണൽ റിഫ്ലക്ഷന് വേണ്ടി ഉപയോഗിക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് സെറ്റിംഗ് പേഴ്സണൽ ഗോൾസ്, ഇതിനൊക്കെ വേണ്ടി നമുക്ക് സെൽഫ് അസസ്മെന്റ് നടത്താം. ദെൻ പിയർ ഇവാലുവേഷൻ. നമ്മളുടെ ഒപ്പമുള്ളവർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. കൊളീഗ്സ് ഓർ പിയേഴ്സ് അസസ് ഈച്ച് അതേഴ്സ് പെർഫോമൻസ് ഓർ വർക്ക്. നമ്മളുടെ ഒപ്പമുള്ള സ്റ്റുഡൻസ് നമ്മളുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നു. അതിനെയാണ് പിയർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കളക്റ്റീവ് അസസ്മെന്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓരോ സ്റ്റുഡൻറ്റും അവരവരുടെ പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു തരും. അപ്പോൾ പല അഭിപ്രായങ്ങളും നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇതാണ് പിയർ ഇവാലുവേഷൻ. ദെൻ ദർ ഇസ് എ ടേം ദാറ്റ് യു നീഡ് ടു റിമെമ്പർ, പോർട്ട്ഫോളിയോ അസസ്മെന്റ്. ഐ തിങ്ക് ആദ്യത്തെ 2 ലെക്ചേഴ്സിൽ നമ്മൾ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തു. എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ്? ഇതൊരു അസസ്മെന്റ് ആണ്, ഇവാലുവേഷൻ ടെക്നിക്കാണ്.
ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവാലുവേഷൻ ഓഫ് എ കളക്ഷൻ ഓഫ് പേഴ്സൺസ് വർക്ക് ഓർ ആർട്ടിഫാക്ട്സ് ഓവർ ടൈം. അതായത് ഇത്രയും നാളുകൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ആ പഠിച്ച ഓരോ കാര്യങ്ങളെയും, ഇതെല്ലാം ആ പഠിച്ച ഓരോ കാര്യവും എൻ്റെ പോർട്ട്ഫോളിയോ ആണ്. ഓൾ ദീസ് ആർ മൈ പോർട്ട്ഫോളിയോസ് ഓഫ് പോർട്ട്ഫോളിയോ ഓഫ് നോളജ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് കണ്ടന്റുകൾ, ഞാൻ എടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡിഗ്രീസ്, ഇവയെല്ലാം എൻ്റെ ഓരോ പോർട്ട്ഫോളിയോസ് ആണ്. അപ്പോൾ ഇതിനെ ടോട്ടലി എന്താണ് അസസ് ചെയ്യും? ദാറ്റ് ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ അസസ്മെന്റ്. ഇവാലുവേഷൻ ഓഫ് ദി കളക്ഷൻ ഓഫ് പേഴ്സൺസ് വർക്ക്. മൊത്തം കളക്ഷനെയും നമ്മളുടെ ഇതുവരെ നമ്മൾ എഴുതിയിരിക്കുന്ന മൊത്തം നോളജിനെയും ഒരുമിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്നുള്ള ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിച്ച് ഈസ് കമ്പാരിസൺ ഓഫ് വർക്ക് സാമ്പിൾസ്, റിഫ്ലക്ഷൻസ് ആൻഡ് എവിഡൻസ് ഓഫ് ലേണിംഗ്. നമ്മൾ എത്രമാത്രം നമ്മുടെ നോളജ് എല്ലായിടത്തും ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇതുവരെ എത്രമാത്രം നോളജ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതുവരെ എത്രമാത്രം സ്കിൽ അക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇതാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഞാൻ അടുത്തത് ആക്ഷൻ റിസർച്ച്. റിസർച്ചിൽ പോപ്പുലർലി കേൾക്കുന്ന ഒരു ടേമാണ് ആക്ഷൻ റിസർച്ച്. എന്താണ്? ടീച്ചേഴ്സ് ഓർ പ്രാക്ടീഷണേഴ്സ് എൻഗേജ് ഇൻ സിസ്റ്റമാറ്റിക് എൻക്വയറി ടു സോൾവ് പ്രോബ്ലംസ് ഓർ ഇംപ്രൂവ് പ്രാക്ടീസസ്. നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ചെയ്ത് നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചെക്ക് ചെയ്യുക. അത്തരത്തിലൊരു അപ്രോച്ചാണ് ആക്ഷൻ റിസർച്ചിൽ വരുന്നത്. സോ സിസ്റ്റമാറ്റിക് എൻക്വയറി ടു സോൾവ് പ്രോബ്ലം ആൻഡ് ഇംപ്രൂവ് പ്രാക്ടീസസ്. ഒരു കൊളാബറേറ്റീവ് റിസർച്ച് ആണ്, ടീം ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചിന്റെ എക്സാമ്പിൾ ആണ്. ഡേറ്റ കളക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് എല്ലാം ഇവിടെ ഉണ്ട്. അടുത്തത് ട്രഡീഷണൽ ഗ്രേഡിംഗ് മെത്തേഡ്സ്. സോ അസൈൻ ഗ്രേഡ്സ് ലൈക്ക് എ, ബി, സി എക്സെട്ര ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് പെർഫോമൻസ് ഇൻ കോഴ്സ്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് 90% മുകളിലാണെങ്കിൽ എ ഗ്രേഡ് കൊടുക്കുന്നു, 90% താഴെ 80ക്ക് മുകളിലാണെങ്കിൽ ബി ഗ്രേഡ്. അങ്ങനെ ഗ്രേഡിംഗ് കൊടുത്തുകൊണ്ട് അസസ് ചെയ്യുവാണെങ്കിൽ അതിനെ ട്രഡീഷണൽ ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ. ദെൻ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്സേറ്റീവ് അസസ്മെന്റ്, അനദർ ടേം ദാറ്റ് യു നീഡ് ടു നോ. ഇപ്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ഓർ പെർഫോമൻസ് ഇൻ റിലേഷൻ ടു ദെയർ ഓൺ പ്രീവിയസ് പെർഫോമൻസ്. എങ്ങനെയായിരിക്കും? ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ തന്നെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്ത് അസസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ടേമിൽ നേടിയ മാർക്കും ഫസ്റ്റ് ടേമിൽ നേടിയ മാർക്കും കൂടി കമ്പയർ ചെയ്തിട്ട് അസസ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ഇപ്സേറ്റീവ് അസസ്മെന്റ്. ഓക്കെ. സോ ഫോക്കസ് എന്താണ്? ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓവർ ടൈം rather than external benchmarks. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഇൻഡിവിജ്വൽ ഗ്രോ ചെയ്തു, ആ ഒരു ഗ്രോത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസിനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രീവിയസ് പെർഫോമൻസുമായി കമ്പയർ ചെയ്ത് അസസ് ചെയ്യുന്നതിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഈ ടേം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് ഇൻഫോർമൽ അസസ്മെന്റ്. Assessment methods that are not standardized or formal, often used for ongoing day-to-day evaluation. ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ലാതെ ഇവാലുവേറ്റ് ചെയ്യാണ്, ക്ലാസ് റൂമിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തുകയാണ്. ഇതെല്ലാം ഇൻഫോർമൽ അസസ്മെന്റ് എക്സാമ്പിൾ ആണ്. വേരിയഡ് ആൻഡ് ഫ്ലെക്സിബിൾ അസസ്മെന്റ് ടെക്നിക്സ് ഇൻക്ലൂഡിംഗ് ഒബ്സർവേഷൻ, ക്ലാസ് ഡിസ്കഷൻ ഓർ ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻ. ടീച്ചർ ഒബ്സർവ് ചെയ്താൽ തന്നെ ചില ആളുകൾ അവരുടെ ലേണിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. ജസ്റ്റ് മിയർ ഒബ്സർവേഷൻ വഴിയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒബ്സർവേഷൻ ആകാം, അല്ലെങ്കിൽ ക്ലാസ് റൂം ഡിസ്കഷൻസിൽ നിന്നും ഓരോ സ്റ്റുഡന്റിന്റെ ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നതാകാം. അതേപോലെ ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷനിൽ നിന്നും ചില ആളുകളെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, ബാഡ് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, അങ്ങനെ അസസ് ചെയ്യാനും സാധിക്കും. അതെല്ലാം ഇൻഫോർമൽ അസസ്മെന്റ് എക്സാമ്പിൾ ആണ്. ടീച്ചേഴ്സ് ഒബ്സർവേഷൻ ഓഫ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ എ ക്ലാസ് ഡിസ്കഷൻ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫോർമൽ അസസ്മെന്റ്. ടീച്ചർ ഒബ്സർവ് ചെയ്യാണ് സ്റ്റുഡന്റ് വെദർ ഹീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഓർ നോട്ട്, അദ്ദേഹം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുകയാണ്. അതും ഒരു തരത്തിലുള്ള ഇൻഫോർമൽ അസസ്മെന്റ് എക്സാമ്പിൾ ആണ്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അഡീഷണലി നമ്മൾ കണ്ടത് റിഫ്ലെക്റ്റീവ് അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്, പിയർ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ അസസ്മെന്റ്, ആക്ഷൻ റിസർച്ച്, ട്രഡീഷണൽ ഗ്രേഡിംഗ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഇപ്സേറ്റീവ് അസസ്മെന്റ്, ഇൻഫോർമൽ അസസ്മെന്റ്. ക്ലിയർ? Is it clear?
ഓക്കെ ഫൈൻ. നമുക്കിനി ആ ഒരു ഏരിയയിൽ നിന്നും അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷനിൽ നിന്നും വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാം. ക്വസ്റ്റ്യൻ, നിങ്ങൾ വേഗം ഇതിന് ആൻസർ ആയിരുന്നു. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവാലുവേഷൻ സിസ്റ്റംസ് ഇവാലുവേഷൻ ഒക്കെ ഇൻഫോർമലി ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻസ്, ഇൻസ്ട്രക്ഷൻ ഇടയിൽ തന്നെ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് ക്ലാസ് ലെക്ചർ നടക്കുമ്പോൾ തന്നെ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഏത് മെത്തേഡാണ്? റൈറ്റ്. എല്ലാവരുടെയും ആൻസർ ശരിയാണ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, when the test data tells us about a student's level of proficiency in a defined area, the procedure of evaluation is called. ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ആ ടെസ്റ്റ് ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്പെസിഫൈഡ് ഏരിയയിലെ സ്റ്റുഡന്റ് പ്രൊഫിഷ്യൻസിയാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ സ്റ്റുഡന്റ് പ്രൊഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ്? തിങ്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോർമേറ്റീവ് ആണോ? അല്ല. സബ്മേറ്റീവ് ടുവേർഡ്സ് ദി എൻഡ് എന്നാണെങ്കിൽ സബ്മേറ്റീവ് ആണെങ്കിൽ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നുള്ളത് നോം ആണോ ക്രൈറ്റീരിയൻ ആണോ എന്നുള്ളതാണ്. നോം എന്തായിരുന്നു? മറ്റു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിനെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണെങ്കിൽ അത് നോമാണ്. വേറാസ് ഒരു സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയാം. ഇവിടെ ഒരു ക്രൈറ്റീരിയയാണ്. ക്രൈറ്റീരിയ ആണ് ഒരു പ്രൊഫിഷ്യൻസി ലെവൽ ഇൻ സംതിങ്. എന്തോ ഒന്നിലുള്ള പ്രൊഫിഷ്യൻസി ലെവലാണ് ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് സ്റ്റുഡൻസിന്റെ ടെസ്റ്റ് ഡേറ്റ കണ്ടക്ട്. ടെസ്റ്റ് ഡേറ്റ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ടെസ്റ്റ് ഡേറ്റ എന്താ കാണിക്കുന്നത്? ഒരു സ്റ്റുഡൻസിന്റെ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ദർ ഇസ് എ പ്രീ ഡിഫൈൻഡ് ഏരിയ, മീൻസ് ദർ ഇസ് എ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് ഏരിയയിലെ പ്രൊഫിഷ്യൻസി ഈ രീതി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തേക്ക്. അടുത്തത്, while reporting the results of assessment, a college teacher makes use of percentile marks in place of scores obtained by his or her students. What kind of evaluation will it be called? നമ്മൾ കിട്ടാറുള്ളതും നമ്മുടെ മാർക്ക് ഷീറ്റുകളിൽ പെർസെൻറ്റേജ് അല്ലേ പല ആളുകൾക്കും. എക്സാം ഒരെണ്ണമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മാർക്സ് ഉണ്ടാവും. എക്സാം ഒരെണ്ണം അല്ലെങ്കിൽ പെർസെൻറ്റൈൽ ആയിരിക്കും വരിക. എന്താണ് പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇതിന്റെ ആൻസർ കിട്ടും. പെർസെൻറ്റൈൽ, റൈറ്റ്. പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം മുമ്പിലാണ് എന്നതാണ് പെർസെൻറ്റൈൽ കാണിക്കുന്നത്. So whenever we are comparing marks of one student with another student, that method is called norm referenced evaluation. Right? So percentile വരിക, റാങ്ക് വരിക, ഇതെല്ലാം ആക്ച്വലി നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എക്സാമ്പിൾ ആണ്. വേറെ ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ, ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ് ഗുഡ്. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in formative evaluation, the overall performance of students are reported to parents at the end of the year. Statement 2, in summative evaluation, the teacher clarifies the doubts of students in the class itself. എന്ത് തോന്നുന്നു? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് ഗുഡ്, എല്ലാവർക്കും അപ്പോൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. സോ ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്താണെന്ന് അറിയാമല്ലോ. സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ഫോർമേറ്റീവ് വാല്യുവേഷൻ ആണ്, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സമ്മേറ്റീവ് വാല്യുവേഷൻ ആണ്. സിംപ്ലി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ തന്നെ ഡൗട്ട്സ് സോൾവ് ചെയ്യുകയാണെങ്കിൽ
അത് ഫോർമേറ്റീവ് വാല്യുവേഷൻ ആയിരുന്നു, പക്ഷെ അത് സബ്മേറ്റീവ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇയർ എൻഡിൽ പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് സബ്മേറ്റീവ് വാല്യുവേഷൻ ആണ്, അത് ഫോർമേറ്റീവ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ്സ് ഓഫ് വാല്യുവേഷനും അതിന്റെ ഫീച്ചറുമാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ദി ഫോളോയിങ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫോർമേറ്റീവ് വാല്യുവേഷൻ ഉണ്ട്, സബ്മേറ്റീവ് വാല്യുവേഷൻ ഉണ്ട്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആൻഡ് നോം റെഫറൻസ്. മാച്ച് ചെയ്യും. ഇതെല്ലാം ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതും പൂർണ്ണമായിട്ടും ഈ 4 ടൈപ്പിലല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ പറഞ്ഞ 6 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഉണ്ട്. ഈ 6 ഇമ്പോർട്ടൻറ്റ് ടൈപ്സിൽ 4 എണ്ണത്തിലാണ് ഈ ഇതുവരെ നമ്മൾ കണ്ട 4-5 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ 2 വർഷങ്ങളിൽ മാത്രമാണ്. 2023, 2022 ആ ഒരു ടൈം ഫ്രെയിമിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സോ ദിസ് ഏരിയ ഇസ് ദാറ്റ് മച്ച് റെലവൻറ്റ് ഫോർ അസ്. അതിന് അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്തു വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, മാച്ച് ചെയ്യൂ എല്ലാവരും. ബി. എല്ലാവരും ബി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സി, ബി എന്താ പറയുന്നത്? ഓപ്ഷൻ എ 3 എന്നാണ് പറയുന്നത്. ഫോർമേറ്റീവ് വാല്യുവേഷൻ ഓപ്ഷൻ 3 എന്താണ്? യൂസ്ഡ് പ്രൈമർലി ഫോർ മോട്ടിവേഷണൽ ആൻഡ് മോണിറ്ററിങ് പർപ്പസ് ഓഫ് ലേണിംഗ്. ലേണിംഗ് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഫോർമേറ്റീവ് വാല്യുവേഷൻ യൂസ് ചെയ്യാം. ബി, സമ്മേറ്റീവ് വാല്യുവേഷൻ എന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് പ്രൈമർലി ഫോർ ഗ്രേഡിംഗ് ആൻഡ് ഗ്രേഡിയേഷൻ ഓഫ് പ്രോഗ്രസ് മെയ്ഡ്, ഗ്രേഡിങ്ങിന് വേണ്ടി. ദെൻ സി 2, സി എന്ന് പറയുമ്പോൾ ക്രൈറ്റീരിയൻ റെഫറൻസ് വാല്യുവേഷൻ ആണ്. കമ്പയർസ് ദി പ്രോഗ്രസ് ഓഫ് എ സ്റ്റുഡൻറ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്നുള്ള വേർഡ് വേണം, ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്. ദെൻ നോം ആണെങ്കിലോ കമ്പയർസ് എ സ്റ്റുഡൻറ് വിത്ത് അനദർ സ്റ്റുഡൻറ് നോം. വെരി ഗുഡ്. സോ ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് statement best describes summative evaluation in educational procedure? Summative evaluation ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. The teacher clarifies the doubts of the students in class itself. A teacher awards grades to students after having transacted the coursework. During interaction with the students in the classroom, the teacher provides feedback. The learner's motivation is raised by teacher through a question answer session during feedback. ഇതിലേതാണ് സമ്മേറ്റീവ് വാല്യുവേഷൻ? ഓക്കെ, സമ്മേറ്റീവ് ടുവേർഡ്സ് ദി എൻഡ്, ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്. സോ അത് ആ ഒരു ഏരിയ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആണ്. ആൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ റെലവൻസ് കൊടുക്കേണ്ടത് ഒന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇവാലുവേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് ICT ടൂൾസ്. എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ICT ടൂൾസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ രണ്ട് ഏരിയ ആദ്യം കവർ ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയാവുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് പോലുള്ള ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂവിങ് ഓൺ, അടുത്ത ടോപ്പിക് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, CBCS-നെ പറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് CBCS? Is an academic system that provides students with the flexibility to choose courses from a wide range of options, earns credit for completing those courses, and progress through their education at their own pace. അതായത് കോഴ്സുകളെ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MCOM പ്രോഗ്രാം, അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് സബ്ജക്ട്സിനെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. ഈ കോഴ്സുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫൗണ്ടേഷൻ കോഴ്സസ്, ദെൻ കോർ കോഴ്സസ് ആൻഡ് ഇലക്റ്റീവ്സ്. ഇങ്ങനെ 3ആയിട്ടാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ കോഴ്സുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് ഇതാണ്. അതായത് ഇറ്റ് ഇസ് ആൻ അക്കാഡമിക് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് ഫ്ലെക്സിബിലിറ്റി ടു ചൂസ് കോഴ്സസ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ്. ഇവരുടെ മുമ്പിൽ പല ചോയ്സസ് ഉണ്ട്, ഇലക്റ്റീവ്സ് ഉണ്ട്. ഈ ഇലക്റ്റീവ്സിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം, കോഴ്സുകൾ ചൂസ് ചെയ്യാം. ആൻഡ് ഏൺ ക്രെഡിറ്റ് ഫോർ കംപ്ലീറ്റിംഗ് ദോസ് കോഴ്സസ്. അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ കോഴ്സസിനും ദർ വിൽ ബി ക്രെഡിറ്റ് പോയിന്റ്സ്. ആ ക്രെഡിറ്റ്സ് അവർ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കാം. ആ രീതിയിലാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ആൻഡ് പ്രോഗ്രസ് ത്രൂ ദെയർ എഡ്യൂക്കേഷൻ അറ്റ് ദെയർ ഓൺ പേസ്. അവരുടെ
പേസിനനുസരിച്ച് ആ ഒരു ടൈം ഫ്രെയിമിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വേഗതയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും CBSEസിന്റെ ഭാഗമായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം. ദിസ് ഇസ് എ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം. എന്താണ് ക്രെഡിറ്റ്? കോഴ്സസ് ആർ അസൈൻഡ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ ദി വർക്ക് ലോഡ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. ഓരോ കോഴ്സസും അതിന്റെ വർക്ക് ലോഡിനെയും ലേണിംഗ് ഔട്ട്കമിനും അനുസരിച്ച് ഒരു നിശ്ചിത ക്രെഡിറ്റ് പോയിന്റ്സ് അവാർഡ് ചെയ്യുകയാണ്. ലൈക്ക് 4 ക്രെഡിറ്റ്സ്, 3 ക്രെഡിറ്റ്സ്. അങ്ങനെ ആ കോഴ്സിന്റെ ഡിഫിക്കൽറ്റിയും കോഴ്സിന്റെ വർക്ക് ലോഡും ഓർ ലേണിംഗ് ഔട്ട്കമും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്രെഡിറ്റ് അസൈൻ ചെയ്യുന്നത്. സ്റ്റുഡന്റ് അക്യുമുലേറ്റ്സ് ക്രെഡിറ്റ്സ് അപ്പോൺ സക്സസ്ഫുൾ കംപ്ലീഷൻ. ഒരു കോഴ്സ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സബ്ജക്ട് അദ്ദേഹം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന് ആ ക്രെഡിറ്റ് കിട്ടും. ദെൻ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഓഫർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അക്നോളജസ് ദി എഫേർട്ട് ആൻഡ് ടൈം ഇൻവെസ്റ്റഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഈച്ച് കോഴ്സ്. ഓരോ കോഴ്സിലും സ്റ്റുഡൻറ്റ് കൊടുക്കുന്ന എഫേർട്ടിനുള്ള അക്നോളജ്മെന്റ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന റിവാർഡ്. സോ ആ രീതിയിലാണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ചോയ്സ് ബേസ്ഡ് ആണ്. ക്രെഡിറ്റ് ബേസ്ഡ് ആണ്, ചോയ്സ് ബേസ്ഡ് ആണ്. ചോയ്സ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഹാവ് ദി ഫ്രീഡം ടു ചൂസ് ഇലക്റ്റീവ് കോഴ്സസ് ഫ്രം എ പൂൾ ഓഫ് ഓപ്ഷൻസ്. അവരുടെ മുമ്പിൽ പല കോഴ്സസ് അവൈലബിൾ ആണ്, ഇലക്റ്റീവ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള ഇലക്റ്റീവ്സ് ചൂസ് ചെയ്യാം. allowing them to tailor their academic path. So benefits: promotes individualized learning, accommodates a diverse interest, and facilitates a more personalized educational experience. ഓരോരുത്തർക്കും അവരുടെ വേയിൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷനാണ് ചോയ്സ് ബേസ്ഡ് സിസ്റ്റം വഴി കിട്ടുന്നത്. അഡ്വാൻറ്റേജസ്: സോ ഇറ്റ് ഈസ് ക്രെഡിറ്റ് ബേസ്ഡ് ആൻഡ് ചോയ്സ് ബേസ്ഡ്. ആ രണ്ട് കൺസെപ്റ്റുകൾ ഓർക്കുക. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, അതായത് ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ചൂസ് കോഴ്സസ്, pace their learning and accumulate credits according to their capabilities and preference. ഓരോരുത്തർക്കും അവരവരുടെ ലേണിംഗ് സ്റ്റൈലിനും സിസ്റ്റത്തിനും ഇൻട്രസ്റ്റിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്യാനും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ടൈമിനനുസരിച്ച് ഫോളോ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു CBCS ഓഫർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റീസ്. ദെൻ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇറ്റ് എംഫസൈസസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് ബിയോണ്ട് academic knowledge, including soft skills, critical thinking and problem solving. അക്കാഡമിക് നോളജ് മാത്രമല്ല, സോഫ്റ്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ബിൽഡ് ചെയ്യുക, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് CBCS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then credits transfer and accumulation permits the transfer of credit between institutions, providing students with mobility options. അതായത് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സെമസ്റ്റർ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സസിന്റെ ക്രെഡിറ്റ് നമുക്ക് കൈവശം വെച്ചുകൊണ്ട് മറ്റൊരു കോഴ്സിലേക്ക് പോകാം. അതൊക്കെയാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ്. സോ ഇറ്റ് എനേബിൾസ് സീംലെസ് മൂവ്മെന്റ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോസ്റ്ററിംഗ് കൊളാബറേഷൻ ആൻഡ് ഡൈവേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസസ്. കണ്ടിന്യൂസ് അസസ്മെന്റ് incorporates continuous evaluation methods throughout the semester, reducing reliance on a single final exam. ഒരു സെമസ്റ്ററിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. അസൈൻമെന്റ്സും മറ്റ് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അസൈൻമെന്റ്സും ടെസ്റ്റും ഇന്റേണൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് നടത്തുന്നത്. ഇയർ എൻഡ് അല്ലെങ്കിൽ ടേം എൻഡ് എക്സാമിനേഷൻ മാത്രമല്ല. അപ്പോൾ അത്തരത്തിലൊരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ വഴി റെഗുലർ ഫീഡ്ബാക്ക് സ്റ്റുഡൻസിന് കിട്ടും. അതുവഴി കൺസിസ്റ്റന്റ് ആയുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടി സ്റ്റുഡൻസിന് കിട്ടുകയാണ് ചെയ്യുന്നത്. Then interdisciplinary learning. So it engages students to take courses from multiple disciplines, promoting a holistic understanding of various subjects. സ്റ്റുഡൻസിന് പല ഡിസിപ്ലിൻസിലെ സബ്ജക്റ്റുകളെ മിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇലക്റ്റീവ്സും അങ്ങനെയുള്ള സബ്ജക്ട്സ് വരുമ്പോൾ മറ്റ് ഡിസിപ്ലിൻസിലുള്ള സബ്ജക്റ്റുകൾ അവർക്ക് അവരുടെ കോഴ്സസ് ആയിട്ട്, ഇലക്റ്റീവ് കോഴ്സസ് ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. Then fosters interdisciplinary thinking, allowing students to connect നോളജ് അക്രോസ് ഡിഫറെന്റ് ഫീൽഡ്സ്. പല ഫീൽഡുകളിലെ നോളജ് അതുവഴി ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇൻഡിവിജ്വൽ പ്രോഗ്രഷൻ. സ്റ്റുഡൻസ് ക്യാൻ പ്രോഗ്രസ് അറ്റ് ദെയർ ഓൺ പേസ്. അത് നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് അവരവരുടെ വേഗതയിൽ ടൈം എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റിംഗ് കോഴ്സസ് ആൻഡ് ഏണിംഗ് ക്രെഡിറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് മാസ്റ്ററി ഓഫ് ദി മെറ്റീരിയൽ. സപ്പോർട്ട്സ് ഡൈവേഴ്സ് ലേണിംഗ് സ്പീഡ്സ് ആൻഡ് അക്കോമഡേറ്റ് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് കേപ്പബിലിറ്റീസ്. ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരവരുടേതായ ലേണിംഗ് സ്പീഡിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു CBCS ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. CBCSന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ദെൻ കണ്ടിന്യൂസ് അസസ്മെന്റ്, ഇന്റർഡിസിപ്ലിനറി ലേണിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രോഗ്രഷൻ. ദെൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ കോഴ്സ് ക്രെഡിറ്റ്, അതായത് കോഴ്സസ് ആർ അസൈൻഡ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ
ദി റെസ്പെക്റ്റഡ് വർക്ക് ലോഡ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. നമ്മൾ പറഞ്ഞു ഓരോ കോഴ്സിനും അതിൻ്റെതായ ഒരു ക്രെഡിറ്റ് അസൈൻ ചെയ്യുകയാണ്. അതിൻ്റെ വർക്ക് ലോഡും അതേപോലെ അതിൻ്റെ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് എത്ര മാത്രമായിരിക്കണം. 3 ക്രെഡിറ്റ്സിൻ്റെ കോഴ്സസ് ഉണ്ട്, 4 ക്രെഡിറ്റിൻ്റെ കോഴ്സസ് ഉണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് വരുന്നത്. ദെൻ അടുത്തത് ഇലക്റ്റീവ് കോഴ്സസ്. ഇപ്പോൾ കോർ കോഴ്സസും അതേപോലെ ഇലക്റ്റീവ് കോഴ്സസും ഉണ്ട്. കോർ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കോഴ്സസ്. അതേസമയം ഇലക്റ്റീവ് ചെയ്യാവുന്ന കോഴ്സസ് വേണം സ്റ്റുഡൻസിന് പ്രിഫർ ചെയ്യാവുന്ന, അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുക്കാവുന്ന കോഴ്സസ് ആണ് ഇലക്റ്റീവ് കോഴ്സസ്, ചൂസ് ചെയ്യാവുന്ന കോഴ്സസ്. സോ സ്റ്റുഡൻറ് ക്യാൻ ചൂസ് ഇലക്റ്റീവ് കോഴ്സസ് ഫ്രം എ റേഞ്ച് ഓഫ് ഓപ്ഷൻസ്. അവരുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കസ്റ്റമൈസേഷൻ ഓഫ് ഇൻ ദി കരിക്കുലം. അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻ ആണ് അതുവഴി കിട്ടുന്നത്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. പല രീതിയിലുള്ള അസസ്മെന്റ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഇയർ എൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ടേം എൻഡ് എക്സാമിനേഷൻ മാത്രമല്ലാതെ ത്രൂ ഔട്ട് സ്റ്റുഡൻസിന്റെ പ്രോഗ്രഷൻ അസസ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്രെഡിറ്റ് ട്രാൻസ്ഫറബിലിറ്റി. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു സ്റ്റുഡൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചിട്ട് വേണമെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റ് നഷ്ടപ്പെടില്ല. ഓക്കെ, അതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫറബിലിറ്റി. സോ ഇതെല്ലാം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. കോഴ്സ് ക്രെഡിറ്റ്സ് ആർ ദെയർ. ദെൻ ഇലക്റ്റീവ് കോഴ്സസ് നമുക്ക് സ്റ്റുഡൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ വിൽ ബി ദെയർ. ക്രെഡിറ്റ് ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്. ദെൻ ഗ്രേഡിംഗ് മെത്തേഡ് ഇൻ CBCS. CBCS ഗ്രേഡിങ്ങിനകത്ത് നടക്കുന്നത് ദെയർ ആർ ഗ്രേഡ് പോയിന്റ്സ്. അതായത് കോഴ്സസ് ആർ അസൈൻഡ് ഗ്രേഡ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ആൻഡ് എ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് കാൽക്കുലേഷൻ വരുമ്പോൾ ഓരോ കോഴ്സിനും ഓരോ സബ്ജക്ട്സിനും എന്ന് പറയാം, സബ്ജക്ട്സിനും ഗ്രേഡ് പോയിന്റ്സ് ഉണ്ടല്ലോ. അതിൽ നിന്ന് സ്റ്റുഡൻസ് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് പോയിന്റ്സ് എത്രയാണെന്നോ അത് വെച്ചുകൊണ്ട് ഒരു ക്യുമുലേറ്റീവ് ടോട്ടൽ എടുത്തിട്ട് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് എടുക്കും. ആ ആവറേജ് ആണ് അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, CGPA എന്ന് പറയാം, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്. സോ പ്രൊവൈഡ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഫോർ കാൽക്കുലേറ്റിംഗ് അക്കാഡമിക് പെർഫോമൻസ്. ദെൻ അത് കൂടാതെ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് ഗ്രേഡ് പോയിന്റ്സ്. ഇതിപ്പോൾ 2.3, 3.4 അങ്ങനെയുള്ള ഗ്രേഡ് പോയിന്റ്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ആ ഗ്രേഡ് പോയിന്റ്സിനെ അതിനുശേഷം ലെറ്റർ ഗ്രേഡ്സ് അസൈൻ ചെയ്യും. ഈച്ച് ഗ്രേഡ് പോയിന്റ് കറസ്പോണ്ട് ടു എ ലെറ്റർ ഗ്രേഡ് ദാറ്റ് മേ ബി A, B, C, ഇൻഡിക്കേറ്റിംഗ് ദി ലെവൽ ഓഫ് അച്ചീവ്മെന്റ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ ഗ്രേഡ് വെച്ചുകൊണ്ട് അവരുടെ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓഫർ എ ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് ഓഫ് പെർഫോമൻസ്. സോ ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെന്റ് നമ്മൾ ആദ്യം ചെയ്തു. അതേപോലെ നെക്സ്റ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ്. അവിടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഈ രീതിയിൽ അസസ് ചെയ്യാം. അടുത്തത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ് ആവറേജ്. എന്താണ് CGPA എന്നാണ്. CGPA എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ആവറേജ് ഓഫ് ഗ്രേഡ് പോയിന്റ്സ് ഏൺഡ് അക്രോസ് ഓൾ കോഴ്സസ് ഇൻഡിക്കേറ്റിംഗ് ഓവറോൾ അക്കാഡമിക് പെർഫോമൻസ്. CGPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് കോഴ്സസുകളിലായിട്ട് നേടിയെടുത്തിരിക്കുന്ന ടോട്ടൽ ഗ്രേഡ് പോയിന്റ്സിന്റെ ആവറേജ് ആണ്. അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഓർ CGPA എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഓവറോൾ അക്കാഡമിക് പെർഫോമൻസ്. എങ്ങനെയായിരുന്നു അത് ഇതിന്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡ്സ് ആൻ ഓവറോൾ മെഷർ ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ മൊത്തമായിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് മെഷർ ചെയ്യാവുന്ന ഒരു ടൂളായിട്ട് നമുക്ക് CGPA യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നിന്ന് വന്നിരിക്കുന്ന PYQs കാണാമല്ലോ. സോ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ഈ മെത്തേഡ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? CBCS മെത്തേഡ് എന്താണെന്നുള്ളത് ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇതിൽ ഭൂരിഭാഗം ആളുകളും ഫാക്കൽറ്റീസ് ആണ്, ഡിഗ്രി ബേസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നവരായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഏരിയ ഫെമിലിയർ ആയിരിക്കാം. അതേസമയം ഫ്രഷ് ആയിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടെങ്കിൽ അവർക്കും, ബിക്കോസ് അവർ PG കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും നോർമലി ഈ മെത്തേഡ് എന്താണ് CGPA അല്ലെങ്കിൽ എന്താണ് ഇതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതർവൈസ് ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, ലെറ്റ് സീ സം PYQs. First question. Which among the following is the best advantage of choice-based credit system? CBCS ന്റെ അഡ്വാൻറ്റേജ് എന്താ? ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ്
improving classroom attendance, helping teacher to complete syllabus on time, shifting in focus from teacher-centric to student-centric education, reducing examination anxiety among students. സോ നമ്മൾ ഈ മോഡേൺ എഡ്യൂക്കേഷൻ ടെക്നിക്കൊക്കെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷൻ അല്ല വേണ്ടത്, സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ ആണ് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ സെൻട്രിക് എഡ്യൂക്കേഷൻ മെത്തേഡിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ മെത്തേഡിലേക്ക് മാറുവാണ്. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ CGPA കൊണ്ടുവന്നത്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Shift in focus from teacher-centric to student-centric education. Another question. What are the advantages of CBCS introduced by the UGC in higher education institutions? CGPS in the, CBCS in the advantages and the Gyanana. First, focus on student-centric education, allow students to choose interdisciplinary and intradisciplinary courses, makes education at par with global standards. It makes it easy to estimate the performance levels of students in terms of marks, offers flexibility for students to undertake studies at different times at different institutions. എന്ത് തോന്നുന്നു? ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ സി പറയുന്നത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി. ഒന്ന്, ഫോക്കസ് ഓൺ സ്റ്റുഡൻറ് സെൻട്രിക് എഡ്യൂക്കേഷൻ, ടീച്ചർ സെൻട്രിക്കിൽ നിന്നും സ്റ്റുഡൻറ് സെൻട്രിക്കിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് ഗുഡ്, റൈറ്റ്? ദാറ്റ്സ് റൈറ്റ്. ദെൻ ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ചൂസ് ഇന്റർഡിസിപ്ലിനറി ആൻഡ് ഇൻട്രാഡിസിപ്ലിനറി കോഴ്സസ്. ഇലക്റ്റീവ് കോഴ്സസും ഉണ്ട്, അതുവഴി തന്നെ പല ഡിസിപ്ലിനിലുമുള്ള കോഴ്സസ് അവർക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. മേക്സ് എഡ്യൂക്കേഷൻ അറ്റ് പാർ വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Then makes it easy to estimate performance of students in terms of marks. Marks നമ്മൾ ഇവിടെ evaluate ചെയ്യുന്നില്ല. So that is wrong. Next, it offers flexibility for students to undertake studies at different times at different institutions. പല ടൈമിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവർക്ക് കിട്ടുന്നത്. റൈറ്റ്, ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊന്നിൽ ജോയിൻ ചെയ്യാം, ക്രെഡിറ്റ് അവരുടെ കൈവശം വെച്ചിട്ട് പോകാന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. A, B, C and E are right. Another question. Given below are two statements. Statement 1, choice-based credit system has been adopted only in the central universities universities of India. Statement 2, choice-based credit system assigns credit based on learning outcomes of a course. What do you think? Answer please. Okay, got answer from one person. Okay, confusion between B and D. ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാ? സി, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഹാസ് ബീൻ അഡോപ്റ്റഡ് ഓൺലി ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ആണോ? നമ്മളുടെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടല്ലോ. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അസൈൻസ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ ആണ്. ലേണിംഗ് ഔട്ട്കമും അതേപോലെ തന്നെ കോഴ്സിന്റെ നമ്മളെന്താ പറഞ്ഞത്? കോഴ്സിന്റെ എന്തായിരുന്നു? ലേണിംഗ് ഔട്ട്കമും യെസ്, ഒരു ടേം അവിടെ നമ്മൾ യൂസ് ചെയ്തല്ലോ, ലേണിംഗ് ഔട്ട്കം ആൻഡ് where was it? See, expected workload and learning outcomes. ഈ രണ്ട് ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് കോഴ്സ് ക്രെഡിറ്റ് അസൈൻ ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് വർക്ക് ലോഡും ലേണിംഗ് ഔട്ട്കംസും. ഓക്കെ, സോ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് അവിടെ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഓക്കെ, സോ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രെഡിറ്റ് അസൈൻ ചെയ്യുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് റൈറ്റ്.
ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു UGC ഗൈഡ്ലൈൻസ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, the letter grade B obtained by a student in a course correspond to grade point of ഒരു ഇൻഡിവിജ്വലിന്റെ ബി ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, ഒരു ഗ്രേഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ബി ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ഏത് ഗ്രേഡ് പോയിന്റ് ആണ് നിങ്ങൾ പറയും? ഇസ് ഇറ്റ് 4, 5, 6 or 7? കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് ഗ്രേഡ് പോയിന്റ്സ്. ഗ്രേഡിംഗ് സിസ്റ്റം UGC ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്ന ഗ്രേഡ് പോയിന്റ്സ് ഇവയാണ്. സോ യു ക്യാൻ സീ ഇറ്റ്. O ആണെങ്കിൽ O മീൻസ് 10 ഗ്രേഡ് പോയിന്റ്സ്. A+ ആണെങ്കിൽ 9, ദാറ്റ് ഈസ് എക്സലന്റ്. A ആണെങ്കിൽ വെരി ഗുഡ്, ദാറ്റ് ഈസ് 8. B+ ആണെങ്കിൽ ഗുഡ്, ദാറ്റ് ഈസ് 7. B ആണെങ്കിൽ എബവ് ആവറേജ്, ദാറ്റ് ഈസ് 6. റൈറ്റ് ആൻസർ ഈസ് 6. കേട്ടോ. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നമ്മളോട് ചിലപ്പോൾ C എന്താണെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ O എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ A+ഓ Aയോ ചോദിക്കാം. സോ ഈ ഒരു ഗ്രേഡ് ടേബിൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, മൂവിങ് ഓൺ. CBCS, ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ വാസ് റിപ്പീറ്റഡ് ത്രൈസ്. 3 തവണ വെറുതെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് CBCSന്റെ പുസ്തകം മാത്രമായിട്ട്. ഓക്കെ, റൈറ്റ് ആൻസർ പറയുന്നില്ല, അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം അലൗസ് സ്റ്റുഡൻസ് ടു ചൂസ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് ചൂസ് ചെയ്യാവുന്നത്? സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് ചൂസ് ചെയ്യാവുന്നത്? ഇന്റർ ഡിസിപ്ലിനറി, ഇൻട്രാ ഡിസിപ്ലിനറി, സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സ്, ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ്, കാറ്റലോഗിംഗ് സർവീസസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസും ഇൻട്രാ ഡിസിപ്ലിനറി കോഴ്സസും ചൂസ് ചെയ്യാമെന്നുള്ള ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ എയും ബിയും ഒരുമിച്ച് വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ വി വിൽ ഗെറ്റ് ഇറ്റ്. ഈവൻ ദോ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ലൈക്ക് ഫൗണ്ടേഷൻ കോഴ്സസും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അഡീഷണലി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ A, B and C is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. CBCS provides an opportunity for students to choose courses from. അതേ ക്വസ്റ്റ്യൻ മറ്റൊരു രീതി ചോദിച്ചിരിക്കുന്നു. ഏത് രീതിയിൽ കോഴ്സസ് ചൂസ് ചെയ്യാം? കോർ കോഴ്സസ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇലക്റ്റീവ് കോഴ്സസ്, കമ്പ്യൂട്ടർ കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. ഏതൊക്കെ കോഴ്സസ് ആണ് അവർ ചെയ്യേണ്ടത്? യെസ്, വെരി ഗുഡ്. സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ്, സ്കിൽ ഓറിയന്റഡ് കോഴ്സ് പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞു. സ്കിൽ ഓറിയന്റഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി അഡ്വാൻസ്മെന്റ് ഓർ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണത്. റൈറ്റ്. സോ കോർ കോഴ്സസ് യൂസ് ചെയ്യാം, ദെൻ ഇലക്റ്റീവ് കോഴ്സസ് ആൻഡ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. ഇതിൽ നിന്നൊക്കെ പേപ്പേഴ്സ് അവർ കവർ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിച്ചു നോക്കുക. അസെഷൻ റീസൺ ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അസെഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അസെഷൻ ശരിയാണെങ്കിൽ ആ അസെഷനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയാൽ റീസൺ നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുമോ എന്ന് ചിന്തിച്ചാൽ മതി. അസെഷൻ ശരിയാണെങ്കിൽ ആ അസെഷനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിന്തിക്കുക. അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന റീസൺ ആണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അസെഷൻ പറയുന്നത് എന്താ? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് out of the need for flexibility in education system so that students, depending upon their interest and aim, can choose interdisciplinary, intradisciplinary and skill-based courses. A reason: the majority of Indian higher education institutions
have been following a marks or percentage-based evaluation system which obstructs the flexibility for students to study the subjects or courses of their choice and their mobility to different institutions. Now tell me. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട്? വിസിബിൾ അല്ലേ പവർ പോയിന്റ്? പ്രസന്റേഷൻ വിസിബിൾ അല്ലേ? ഓക്കെ ഫൈൻ. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഒരുപാട് ചിന്തിക്കല്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? CBCS വരുന്നത് വഴി ഫ്ലെക്സിബിലിറ്റി എഡ്യൂക്കേഷനിൽ വരും, റൈറ്റ്? അവർക്ക് സ്റ്റുഡൻസിന് അവരുടേതായ എയിമിനനുസരിച്ച് ഇൻട്രസ്റ്റിനനുസരിച്ചുമുള്ള കോഴ്സസ് ചൂസ് ചെയ്യാൻ സാധിക്കും. ആ കോഴ്സസ് എന്ന് പറയുന്നത് ഇന്റർഡിസിപ്ലിനറി, ഇൻട്രാഡിസിപ്ലിനറി ഓർ സ്കിൽ ബേസ്ഡ് ആകാം. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റം കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താണ്? ഈ സിസ്റ്റം കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? CBCSനെ പറ്റിയല്ലേ പറയുന്നത്. എന്തുകൊണ്ട് ഈ സിസ്റ്റം നമുക്ക് ആവശ്യമാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം താഴെ പറയുന്നതാണോ നോക്കുക. The majority of Indian educational institutions have been following marks or percentage-based evaluation system which obstructs flexibility. Flexibility ഇല്ല. അതുകൊണ്ട് എന്താണ്? നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണം. Or which allows students to study courses or subjects of their choice. അവർക്ക് അവരുടേതായ ചോയ്സിലുള്ള സബ്ജക്ട്സുകൾ എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ മൊബിലിറ്റി ഈസ് നോട്ട് ദെയർ. ഒരു കോഴ്സ് ഒരു കോളേജിൽ ചെയ്തിട്ട് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? CBCS കൊണ്ടുവരണം. സോ തന്നിരിക്കുന്ന അസേഷന് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് R is the correct explanation of A. R എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ബോത്ത് ട്രൂ ആൻഡ് R is the correct explanation of A എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ഏരിയ ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം. ഇന്നോവേഷൻ ഇൻ ഇവാലുവേഷൻ സിസ്റ്റം. സോ give me 1 minute. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോവാം. അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ഇന്നോവേഷൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഇന്ന് നമുക്ക് ഇവാലുവേഷനിൽ കാണാൻ സാധിക്കും? ഒന്ന്, ഡിജിറ്റൽ അസസ്മെന്റ് ടൂൾസ് ആർ ദെയർ. ലൈക്ക് നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ പല രീതിയിലുള്ള ഗെയിമിഫിക്കേഷൻ ടൂൾസ് ഉണ്ട്, അസസ്മെന്റ് ടൂൾസ് ഉണ്ട്, ക്യൂസസ് പോലെ, അതേപോലെ കഹൂത്ത് പോലുള്ള ടൂളുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ മൂവിങ് അവേ ഫ്രം ട്രഡീഷണൽ പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റ് ടു ഡിജിറ്റൽ അസസ്മെന്റ് ടൂൾസ് ഇൻവോൾവിംഗ് ഓൺലൈൻ ക്യൂസസ്, ഇന്ററാക്റ്റീവ് സിമുലേഷൻസ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റ്, ഇതെല്ലാം ഇവിടെ പോസിബിൾ ആണ്. സോ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് ആൻഡ് എബിലിറ്റി ടു അസസ് ദ ബ്രോഡർ റേഞ്ച് ഓഫ് സ്കിൽസ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്സ് കിട്ടാനും പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷനാണ് ഇന്നത്തെ ടെസ്റ്റിംഗ് ടൂൾസ് വഴി നമുക്ക് കിട്ടുന്നത്. ദെൻ ഗെയിമിഫൈഡ് അസസ്മെന്റ്, കഹൂത്ത് ഓർക്കുക. ഗെയിമുകൾ പോലെയാണ് ഇന്ന് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻട്രോഡ്യൂസിങ് ഗെയിം എലമെന്റ്സ് ഇൻടു അസസ്മെന്റ്സ് ടു മേക്ക് ദം മോർ എൻഗേജിങ് ആൻഡ് എൻജോയബിൾ ടു സ്റ്റുഡൻസ്. ഇന്നത്തെ ഡിജിറ്റൽ അസസ്മെന്റിന്റെ സ്പെഷ്യാലിറ്റീസ് മാത്രം ഓർക്കുക. ഫോർമേറ്റീവ് അസസ്മെന്റ് ആപ്സ് ആർ ദെയർ. ആപ്ലിക്കേഷൻ ഫോർ formative assessment. Mobile application that facilitates ongoing formative assessment in real time, allowing teachers to gauge students understanding during the session. Session conduct ചെയ്യുന്ന ടൈമിൽ തന്നെ വേണമെങ്കിൽ ടീച്ചർക്ക് ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യാം. ഫോർമേറ്റീവ് അസസ്മെന്റ് ആയി അതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ സെയിം കഹൂത്ത് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതിന് ഇടയിൽ തന്നെ വേണമെങ്കിൽ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കഷൻസ് വഴി ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Then peer and self-assessment platforms.
പിയർ അസസ്മെന്റിനും സെൽഫ് അസസ്മെന്റിനും പോസിബിൾ ആവുന്ന പ്ലാറ്റ്ഫോംസ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു അസസ് ദെയർ ഓൺ വർക്ക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ദെയർ പീയേഴ്സ്. സ്വന്തം വർക്ക് അസസ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോംസ്, അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാവുന്ന, പിയേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇറ്റ് എൻകറേജസ് മെറ്റാകോഗ്നിഷൻ, then foster collaboration and develop a deeper understanding of assessment criteria. സെൽഫ് അസസ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് ഇതുവഴി കിട്ടുന്നത്. ലേണിംഗ് അനലിറ്റിക്സ്, ലിവറേജിംഗ് ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് ടു ട്രാക്ക് ആൻഡ് അനലൈസ് സ്റ്റുഡൻസ് പെർഫോമൻസ്, എൻഗേജ്മെന്റ് ആൻഡ് ലേണിംഗ് പാറ്റേൺസ്. സോ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഓരോ സ്റ്റുഡൻസിന്റെ ലേണിംഗ് പാറ്റേൺസ് ഒക്കെ നമുക്കിപ്പോൾ ഓൺലൈൻ വഴി ട്രെൻഡുകളൊക്കെ സെറ്റ് ചെയ്യാം. അവരെത്രമാത്രം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, എത്രമാത്രം സ്കോർ ചെയ്യുന്നുണ്ട് ഓരോ ടൈമിലും, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെയുള്ള അനലിറ്റിക് മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു LMS എടുത്താലും നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. ദെൻ അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റംസ്, പ്ലാറ്റ്ഫോംസ് ദാറ്റ് adapt the learning experience based on individual student progress, adjusting content difficulty and pacing. സ്റ്റുഡൻറ്റിന്റെ പ്രോഗ്രസ് അനുസരിച്ച് അവർക്ക് ചില പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, നമുക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അവിടെയൊക്കെ സ്റ്റുഡൻസിന്റെ എബിലിറ്റിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ അഡാപ്റ്റീവ് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആർ ദെയർ. അതുവഴി അവർക്ക് സൗകര്യത്തിനനുസരിച്ച് പതുക്കെ പതുക്കെ പഠിച്ചു പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ദീസ് ആർ ദി തിങ്സ് ദാറ്റ് യു നീഡ് ടു റിമെമ്പർ. ഇന്നത്തെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ ഇന്നോവേഷൻസ് വെച്ചുകൊണ്ട് പറയാവുന്നത് ഡിജിറ്റൽ അസസ്മെന്റ് ടൂൾസ് ആർ ദെയർ, ഗെയിമിഫൈഡ് അസസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ദെൻ ഫോർമേറ്റീവ് അസസ്മെന്റ് ആപ്സ് ആർ ദെയർ, പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ് പ്ലാറ്റ്ഫോംസ്, ദെൻ ലേണിംഗ് അനലിറ്റിക്സ് ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റീവ് ലേണിംഗ് സിസ്റ്റംസ് ആർ ഓൾസോ ദെയർ. ഓക്കെ, സോ വി നീഡ് ഒരു ഐ തിങ്ക് ഒരു 30 minutes. ഡു വി ഹാവ് 30 more minutes? ഓക്കെ, നമുക്കൊരു 20 minutes ഉണ്ട്, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു ചെറിയ ടോപ്പിക്കുകൾ കൂടിയാണ്, 1-2 ചെറിയ ടോപ്പിക്കുകൾ കൂടി മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഷാൽ ഐ ഗോ ഓൺ? പ്രോബ്ലം ഇല്ലല്ലോ? ഓക്കെ, സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇനി നമുക്ക് ആ ടുവേഴ്സ് എൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടു. കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മളിതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ബേസ്ഡ് മെത്തേഡ്സ് ഒക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും ഒരു റൗണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങളാണ് വായിക്കേണ്ടത് കേട്ടോ. സോ ലെറ്റ് മീ മൂവ് ഓൺ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, CBT എന്ന് പറയും. ബിക്കോസ് സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിങ്ങും ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷനും ഒന്നല്ലേ എന്ന് പലപ്പോഴും തോന്നാം. സിമിലർ ആണ്. ബിക്കോസ് ഇന്നത്തെ ഇവാലുവേഷൻ സിസ്റ്റത്തിലെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ ആസ് പെർ സിലബസ് നമുക്കിത് രണ്ടും രണ്ടായിട്ട് പറയുന്നുണ്ട്.